ദിലീപ് ആബാദ് പ്ലാസയിൽ എത്തിയിരിക്കുന്നു. ദിലീപിനെ പോലീസ് ഹോട്ടൽ ആബാദ് പ്ലാസയിൽ എത്തിയിരിക്കുന്നു. തെളിവെടുപ്പിനായി ആണ് ദിലീപിനെ ഇപ്പോൾ കൊണ്ടുവന്നത്. തൊടുപുഴയ്ക്ക് ശേഷം കൊച്ചിയിൽ രണ്ടിടത്താണ് തെളിവെടുപ്പിനായി ദിലീപിനെ കൊണ്ടുവന്നത്. ഇപ്പോൾ ഹോട്ടൽ ആബാദ് പ്ലാസയിൽ 2013 അമ്മയുടെ റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ചാണ് ആദ്യത്തെ ഗൂഢാലോചന നടന്നത് എന്നതാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. തെളിവെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സിബി ജോസഫ് ചേരുന്നു. സിബി, എന്താണ് ഇപ്പോൾ ഹോട്ടൽ ആബാദ് പ്ലാസയിലെ ഒരു മൂഡ്? അവിടെ മറ്റ് സ്ഥലങ്ങളിൽ ദിലീപിനെ കൊണ്ടുപോയപ്പോൾ ഉണ്ടായതുപോലെ ജനങ്ങളുടെ ഒരു കൂട്ടമുണ്ടോ? തീർച്ചയായും ഇവിടെയും ഒരു ജനക്കൂട്ടം തന്നെയാണ്. ഏകദേശം ഒരു 10 മിനിറ്റ് മുമ്പ് മാത്രമാണ് ഇപ്പോൾ ദിലീപിനെ കൊണ്ടുവന്നത്. അവിടെ തോക്കുംപടിയിൽ തെളിവെടുപ്പിന് ശേഷമാണ് ഇപ്പോൾ ഹോട്ടൽ ആബാദ് പ്ലാസയിൽ കൊണ്ടുവന്നത്. ഇവിടെ ഇതിനു മുമ്പ് 1 മണിക്കൂർ മുമ്പ് തന്നെ ജനങ്ങൾ അവിടെ സിറ്റി പാർട്ടികളുടെ കൂട്ടുപിടികളുമായി എത്തിയിരുന്നു. ഇപ്പോൾ ഇവിടെ വലിയ തിരക്കാണ്. ഇപ്പോൾ തന്നെ ഈ ഗേറ്റ് ആബാദ് പ്ലാസയിൽ ഗേറ്റിനുള്ളിൽ നിരവധി പേരാണ് തടിച്ചുകൂടിയിരിക്കുന്നത്. ഇവർ ദിലീപ് വന്ന ഉടനെ തന്നെ കൂട്ടുപിടിയും പരിഹാസവുമായാണ് ഈ വണ്ടി വന്നപ്പോൾ ഉണ്ടായത്. ഇപ്പോൾ എന്തായാലും ഇവിടെ ഈ വെച്ച് ഉടൻ തന്നെ തെളിവെടുപ്പ് നടത്തും. 2013 മാർച്ച് 26 മുതൽ ഏപ്രിൽ 7 വരെ ഇവിടെ ഈ ദിലീപ് ഇവിടെ താമസിച്ചിരുന്നു. ഇവിടെ വെച്ചാണ് ദിലീപ് ആദ്യമായി ഈ കുറ്റം നടത്താനുള്ള ഗൂഢാലോചന നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൾസർ സുനി ഇവിടെ എത്തിയിരുന്നു ഈ കാലയളവിൽ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്ന് തെളിവെടുപ്പ് നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹോട്ടലിൽ നടത്തിയ പരിശോധനയിൽ കൃത്യമായി രേഖകൾ വഴി ഹോട്ടൽ രേഖകളിൽ വ്യക്തമാവുകയും ചെയ്തു. 2013 മാർച്ച് 26 മുതൽ ഏപ്രിൽ 7 വരെ പലതവണ പൾസർ ഇവിടെ എത്തിയിരുന്നു. ഈ അമ്മയുടെ ഒരു പരിപാടി, പഴവിന്റെ അഴകമ്മ എന്നൊരു പരിപാടിയിൽ റിഹേഴ്സലിന് വേണ്ടിയാണ് ഇവിടെ ദിലീപ് ആ സമയത്ത് എത്തിയത്. സിബി, ഇപ്പോൾ അവിടെ കൂവി വിളിക്കുന്നത് കേൾക്കാം. അവിടെ ഈ സമയത്ത് സാധാരണ ഈ ഹോട്ടൽ ആബാദ് പ്ലാസയുടെ സമീപത്ത് MG റോഡിൽ ആണ് ആളുകൾ ഇത്രമാത്രം ഉണ്ടാകുന്ന ഒരു പതിവുണ്ടോ? സാധാരണ കൊച്ചിയിൽ സന്ധ്യാസമയത്ത് തന്നെ ആളുകൾ കുറയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ പൊതുവെ നമുക്കറിയാവുന്നത്. ഇപ്പോൾ ദിലീപ് വരുന്നത് അറിഞ്ഞ് നേരത്തെ തടിച്ചുകൂടിയ ജനമാണോ കൂവുന്നത്? തീർച്ചയായും ഇപ്പോൾ ദിലീപിനെ വാഹനത്തിൽ നിന്നും ഇറക്കി ഹോട്ടൽ മുറിയിൽ 410 മുറി, 4ാം നിലയിലുള്ള 410 മുറിയിലാണ് അവിടെ അന്ന് ദിലീപ് റൂമെടുത്ത്. അങ്ങോട്ടേക്കാണ് ഇപ്പോൾ ദിലീപിനെ കൊണ്ടുപോകുന്നത്. അവിടെ കൊണ്ടുപോയി തെളിവെടുക്കും. ഇപ്പോൾ തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസ് പാടുപെടുകയാണ്. ഇവിടെ എല്ലാ മാധ്യമങ്ങളടക്കമുള്ളവർ ദൃശ്യങ്ങൾ പകർത്താൻ എത്തി. ഇവിടെ അവരെല്ലാം വല്ല തിക്കിത്തിരിഞ്ഞ ഒരു അന്തരീക്ഷമാണുള്ളത്. എല്ലാവരും കൂക്കുവിളിയുമായി പരിഹസിച്ചുകൊണ്ടാണ് ഇവിടെ ജനങ്ങൾ ഇപ്പോൾ ചുറ്റുവട്ടം കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വലിയൊരു ഗതാഗത കുരുക്ക് തന്നെ എറണാകുളം നഗരം തന്നെ സ്തംഭിച്ച ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോഴേക്കും നമുക്ക് ഇപ്പോൾ കേൾക്കാം, ശബ്ദം കേൾക്കാം, ആളുകൾ കൂക്കി വിളിക്കുന്ന ശബ്ദം കേൾക്കാം. അതുപോലെ ഈ റോഡ് മുഴുവൻ കവർ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ റോഡ് മുഴുവൻ ജനങ്ങൾ കൊണ്ട് നിറഞ്ഞുകൊണ്ട് ഗതാഗത സ്തംഭനം വരെ ഉണ്ടായിരിക്കുന്നു. ഗതാഗതമെല്ലാം സ്തംഭിച്ചിരിക്കുന്നു. ഇവിടെ ജനങ്ങൾ കൂക്കി വിളിച്ചുകൊണ്ടാണ് ഇവിടെ ദിലീപിന്റെ വാഹനം വന്നപ്പോൾ തന്നെ പ്രതിഷേധിച്ചത്. അപ്പോൾ എന്തായാലും കൂടുതൽ പേർ ഇങ്ങോട്ടേക്ക് ഓടിയെത്തുകയാണ്. ഇവരെ നിയന്ത്രിക്കാൻ പോലീസ് നന്നേ പാടുപെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഒരു അല്പസമയത്തിനകം തന്നെ ദിലീപിനെ ഇപ്പോൾ ഇറക്കിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ ഈ ലോഡ്ജിന് ഈ ഹോട്ടലിനുള്ളിൽ തന്നെ കൊണ്ടുപോയി തെളിവെടുക്കും. ഈ ഹോട്ടലിൽ വെച്ച് അന്ന് റൂം എടുത്ത 410 റൂം, 4ാം നിലയിലെ 410 റൂമിലാണ് റൂം എടുത്തത്. എല്ലാം കൊണ്ടുപോയി തെളിവെടുക്കും. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെയും പോലീസ് ഇവിടെ എത്തി. സിബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. ഹോട്ടൽ ആബാദ് പ്ലാസയിൽ ദിലീപിനെ എത്തിച്ച് പോലീസ് തെളിവ് എടുക്കുകയാണ്. 410 മുറിയിലാണ് ദിലീപ് പൾസർ സുനിയുമായി ഗൂഢാലോചന നടത്തിയതായി റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇപ്പോൾ കൊച്ചിയിലെ തെളിവെടുപ്പ് പൂർത്തിയാകുന്ന ഘട്ടത്തിലേക്ക് നീങ്ങുന്നതായിട്ടാണ് നമുക്കിപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക.
സാധാരണ എല്ലാ സ്ഥലത്തും ദിലീപിനെ ആ സ്ഥലത്ത് ആ സ്ഥലം ഐഡന്റിഫൈ ചെയ്ത് പോവുകയാണ് ഉണ്ടായത്. എന്നാൽ ഇവിടെ അതല്ല, ഇവിടെ ദിലീപിനെ നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ ദിലീപ് 2 ദിവസത്തെ കസ്റ്റഡിയിൽ ഇന്ന് പോലീസിന് കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. പ്രധാനമായി ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്ന ചോദ്യങ്ങൾ: ഗുരുതര കുറ്റങ്ങൾ ചുമത്തപ്പെട്ട ദിലീപിന് അങ്കമാലി കോടതി ജാമ്യം അനുവദിക്കുമോ? അഭിനയിച്ചു മാത്രം ശീലിച്ച ദിലീപ് കുറ്റവാളിയായി ജീവിക്കേണ്ടി വരുമ്പോൾ പോലീസിന്റെ വാദം എന്താകും? ദിലീപ് പ്രതിയാകുന്നത് സിനിമയും സിനിമാ സംഘടനകളും എങ്ങനെ തരണം ചെയ്യും? വേട്ടക്കാരൻ പോലീസ് പിടിയിലാകുമ്പോൾ ഇരയ്ക്ക് നീതി ലഭിച്ചോ? രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ജനപ്രിയൻ അപ്രിയനായത് ഇരയുടെ സുഹൃത്തുക്കൾക്കോ വേട്ടക്കാരന്റെ ശത്രുക്കൾക്കോ? യുവതാര സിനിമകളെ കൂവിത്തോൽപ്പിച്ച പ്രതിനായകനെ ജനം കൂവിത്തകർക്കുന്നത് കാലത്തിന്റെ കാവ്യനീതിയോ? ന്യൂസ് ആൻഡ് വ്യൂസ് ഈ വിഷയങ്ങളാണ് പരിശോധിക്കുന്നത്. ദിലീപ് കസ്റ്റഡിയിൽ ഈ വിഷയം ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത് അടുത്ത 3 മണിക്കൂറുകളിലാണ്. ഓരോ മണിക്കൂറിലും പ്രത്യേക ഫോക്കസിലേക്കാണ് ഈ ചർച്ച പോകുന്നത്. ഏറ്റവും ആദ്യത്തെ ഘട്ടത്തിൽ നിയമപരമായ ഏത് സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ ദിലീപ് ഉള്ളത് എന്നതാണ് പരിശോധിക്കുന്നത്. ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ ആദ്യ മണിക്കൂറിൽ അതിഥികളായുള്ളത് ചലച്ചിത്ര സംവിധായകരായ ശാന്തിവിള ദിനേശ്, തുളസീദാസ് എന്നിവർ, ഒപ്പം അഡ്വക്കേറ്റ് അജകുമാർ തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ, അഡ്വക്കേറ്റ് രാംകുമാറിനെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ഏറ്റവും ആദ്യം അഡ്വക്കേറ്റ് അജകുമാർ. 48 മണിക്കൂർ 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലാണ് ഇപ്പോൾ ദിലീപ് ഉള്ളത്. ദിലീപിന് ജാമ്യാപേക്ഷ രാംകുമാർ നൽകിയിട്ടുമുണ്ട്. എന്താണ് ഈ ജാമ്യാപേക്ഷയിൽ കോടതി എടുക്കാൻ പോകുന്ന നിലപാട്? നാളേക്കാണ് വിധി ഉണ്ടാകുക എന്നാണല്ലോ ഇപ്പോൾ പറയുന്നത്. ഈ കേസ് മിനിമം 20 വർഷം, അതായത് കുറഞ്ഞത് 20 വർഷം, ഇല്ലെങ്കിൽ ജീവിതം അവസാനിക്കുന്നത് വരെയുള്ള ജീവപര്യന്തം, അതുകൂടാതെ ഫൈൻ എന്നീ വകുപ്പുകൾ കുറ്റം തെളിഞ്ഞാൽ ഈ പ്രതിക്ക് കിട്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ട്, അത് കമ്മിറ്റൽ കോർട്ടാണ്, അതായത് സെഷൻസ് കോടതിയിൽ പോകുന്നതിന് മുമ്പ് ഈ കേസിൻ്റെ പ്രാരംഭ നടപടികൾ നടക്കുന്ന, വിചാരണ കോടതിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ പ്രാരംഭ നടപടികൾ നടക്കുന്ന കോടതി, ആ കോടതിക്ക് ഈ കേസിൽ ജാമ്യം അനുവദിക്കുവാനുള്ള നിയമപരമായ ജൂറിസ്ഡിക്ഷൻ, അതായത് അധികാരപരിധിയില്ല. 10 വർഷം വരെ മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. ഈവൻ 376 ആയാൽ പോലും, അതായത് 5, 6, 7 വർഷം വരെ ശിക്ഷിക്കുന്ന കേസിൽ പോലും ആദ്യഘട്ടത്തിൽ ജാമ്യം കിട്ടുക വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ജാമ്യാപേക്ഷ കൊടുത്തവർ പോലും അവിടുന്ന് ജാമ്യം അനുവദിച്ച് കിട്ടും എന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. അഡ്വക്കേറ്റ് അജകുമാർ, അതായത് 10 വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ഈ ചാർത്തപ്പെട്ടതിൽ ഏതാണ്? 376D എന്ന് പറയുന്ന, അതായത് കൂട്ടബലാത്സംഗം എന്ന് പറയുന്ന വകുപ്പ് തന്നെ 20 വർഷം ഏറ്റവും കുറഞ്ഞത് ശിക്ഷിക്കണം എന്ന് നിയമപുസ്തകം പറയുമ്പോൾ, ഇല്ലെങ്കിൽ ജീവിതകാലം അവസാനിക്കുന്നത് വരെ ജയിലിൽ കഴിയണം എന്ന് പറയുന്ന അതുപോലെ എന്ന വകുപ്പ്, അത് ഏറ്റവും ഡെത്ത് മാത്രമേ ഇനി അതിന് മുകളിലായിട്ട് ഇന്ത്യൻ പീനൽ കോഡിൽ ശിക്ഷയുള്ളൂ. 376D എന്ന് പറയുമ്പോൾ 20 വർഷം മിനിമം ശിക്ഷ കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇതിലെ ജാമ്യാപേക്ഷ പോസിറ്റീവായി അനുവദിച്ചു കൊടുക്കുവാൻ മജിസ്ട്രേറ്റ് തയ്യാറാകില്ല. അഡ്വക്കേറ്റ് അജകുമാർ, ഇപ്പോൾ ഈ കേസിൽ നമുക്കൊക്കെ അറിയാവുന്നത് പോലെ തന്നെ
ദിലീപ് ഈ കൂട്ടബലാത്സംഗത്തിന്റെ നടപടിയിൽ പങ്കെടുത്തു എന്ന് പറയാനാകില്ലല്ലോ. ഇതിന്റെ ഗൂഢാലോചനയിലാണല്ലോ ദിലീപ് പിടിക്കപ്പെടുന്നത്. ഇപ്പോൾ അത് ആണല്ലോ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നതും. അപ്പോൾ ഈ 376D ചാർത്തപ്പെട്ട് അതിന് ശിക്ഷ 10 കൊല്ലത്തിൽ കൂടുതലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജാമ്യം നിഷേധിക്കാനാകുമോ? 376D എന്ന് പറയുന്ന വകുപ്പ് പലരും കാര്യമായി മനസ്സിലാക്കിയിട്ടില്ല. ഒന്നിൽ കൂടുതൽ ആളുകൾ ഒരേ സാഹചര്യത്തിൽ ഒരേ സമയത്തൊന്ന് മാറി മാറി ഒരു സ്ത്രീയിൽ റേപ്പ് നടത്തുമ്പോഴാണ് ഈ വകുപ്പ് ചാർത്തപ്പെടുന്നത്. ഒന്നിൽ കൂടുതൽ ആളുകൾ റേപ്പ് നടത്തിയാൽ മാത്രം ഈ വകുപ്പ് പ്രയോഗിക്കാൻ കഴിയും. പക്ഷേ നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ഫ്രെയിമേഴ്സ് വളരെ ശ്രദ്ധിച്ചു. ഒന്നിൽ കൂടുതൽ ആളുകൾ റേപ്പ് നടത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും ഈ ഗാങ് റേപ്പിന് ഇൻറ്റൻഷൻ ഉണ്ടെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ ശരീരത്തിൽ തൊടാതെ ദൂരെ ഇരിക്കുന്ന ആളിനും ഇതേ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തതായി കണക്കാക്കണം എന്നാണ് 376D പറയുന്നത്. ഓർ വിത്ത് കോമൺ ഇൻറ്റൻഷൻ എന്നാണ് പറയുന്നത്. അത് അങ്ങനെ എല്ലാവർക്കും ഇവരെ ഒരു ഗ്രാങ് റേപ്പ് നടത്തണം എന്നുള്ള ഉദ്ദേശമുണ്ടെന്ന് മാത്രം പ്രോസിക്യൂഷൻ തെളിയിച്ചാൽ മതി. ശരീരത്തിൽ തൊടാതെ ആ സീനിൽ വരാത്തവരെയും നമുക്ക് അതേ വകുപ്പ് തന്നെ ശിക്ഷിക്കാം, അതേ വകുപ്പിൽ തന്നെ ശിക്ഷിക്കാം. ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ തുളസിദാസ്, അതായത് കൂട്ടബലാത്സംഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റിമോട്ട് കൺട്രോളായി നടത്തി എന്നതിന് 10 വർഷത്തിൽ കൂടുതൽ ജയിൽ ശിക്ഷ അനുഭവിക്കാൻ ഉള്ളതാണ് ഒരു വകുപ്പ്. അങ്ങനെയുള്ള പല വകുപ്പുകൾ ചേർന്നുള്ള കുറ്റങ്ങൾക്ക് ആരോപിതനായി റിമാൻഡ് റിപ്പോർട്ട് കിട്ടി, അറസ്റ്റ് ചെയ്ത് റിമാൻഡ് റിപ്പോർട്ട് കൊടുത്ത് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ കൂടുതൽ തെളിവെടുപ്പിന് വിധേയനായിക്കൊണ്ടിരിക്കുകയാണ് ദിലീപ്. ആ ദിലീപിനെ ആണോ നിങ്ങളെപ്പോലുള്ളവർ വിമർശിക്കുന്നത്? നിങ്ങൾക്ക് ഇത്തരത്തിലൊരു കുറ്റം ചെയ്യുന്ന ദിലീപ് എന്നുള്ള നിലയ്ക്കാണോ ദിലീപിനോട് എതിർപ്പുള്ളത്? ഞാൻ തുടക്കം തന്നെ ഒന്ന് പറഞ്ഞോട്ടെ. കാരണം മലയാള പ്രേക്ഷകർ മനസ്സിലേറ്റി താലോലിച്ചിരുന്ന ദിലീപ് ഇന്ന് മലയാളത്തിലെ സിനിമാ പ്രവർത്തകരെയും ജനങ്ങളെയും തലകുനിപ്പിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ കാരണം ഈ അറസ്റ്റിന് മുമ്പ് വരയ്ക്കും ദിലീപ് ആകരുതേ അല്ല എന്നൊക്കെയുള്ള ഒരു എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു. കാരണം ആ നടനോടുള്ള സ്നേഹം കൊണ്ട്. പക്ഷേ അതൊക്കെ മാറി, ഒരു നിമിഷം കൊണ്ട് പ്രേക്ഷകരുടെ മനസ്സ് മാറി, നമ്മുടെ സിനിമാ പ്രവർത്തകരുടെ മനസ്സ് മാറി, അമ്മയിലുള്ളവരുടെ മനസ്സ് മാറി. ഒരു നിമിഷം, ഇതാണ് ദൈവത്തിൻ്റെ ഒരു കളിയെന്ന് പറയുന്നത്. കാരണം ഒരു നിമിഷം കൊണ്ട് എല്ലാ അസോസിയേഷൻ്റെയും തലപ്പത്തിരുന്ന ആൾ ഒരു നിമിഷം കൊണ്ട് എല്ലാം ഇല്ലാതായി. ഇന്നിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. കാരണം അറസ്റ്റ് 2 ദിവസത്തെ കൂടെ പോലീസ് കസ്റ്റഡിയിലുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി എത്ര വർഷം ശിക്ഷിക്കും, എങ്ങനെ ജാമ്യം കിട്ടുമോ എന്നൊന്നും ഞാനിപ്പോൾ പറയാൻ തയ്യാറല്ല. കാരണം അതൊക്കെ വിധി പോലെ നടക്കട്ടെ. കാരണം പൈസ കൊടുത്താൽ, പണം വാരി എറിഞ്ഞാൽ, നല്ലൊരു അഡ്വക്കേറ്റും ഉണ്ടായാൽ പുറത്തു വരാവുന്നതേ ഉള്ളൂ. അത് പല കേസുകളും നമുക്കറിയാവുന്ന കേസുമാണ്. സൗമ്യ കേസ് പോലും വളരെ തൂക്കാൻ വിധിച്ചിട്ട് പോലും ഈസിയായിട്ട് അത് മാറ്റിയെടുത്ത സാഹചര്യം നമുക്കിവിടെ. ശ്രീ തുളസിദാസ്, അപ്പോ അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ. പക്ഷേ ഈ ദിലീപ് താങ്കൾക്ക് അറിയാവുന്നതുപോലെ മലയാള സിനിമയിലെ പ്രേക്ഷകർ ഇന്നലെ വരെ ഇഷ്ടപ്പെട്ടിരുന്ന ആൾ ഇന്നിപ്പോൾ ഈ രീതിയിലേക്ക് പോകുന്നു എന്ന് താങ്കൾ പറയുമ്പോൾ, ഇന്നലെ വരെയും ഇഷ്ടക്കാരുടെ കൂട്ടത്തിൽ അല്ലായിരുന്ന ഒരാളാണ് താങ്കൾക്ക് ഒരുപാട് നെഗറ്റീവ് അനുഭവങ്ങൾ ദിലീപുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളത് പരക്കെ അറിയാവുന്ന കാര്യവുമാണ്. ആ ദിലീപ് ഇത്തരം കേസുകൾക്ക് ആരോപിതനായി അല്ലെങ്കിൽ പ്രതിയായി വരും എന്ന് താങ്കൾക്ക് അദ്ദേഹത്തിന് ഉള്ള അനുഭവത്തിൽ നിന്ന് തോന്നുന്നുണ്ടോ? സത്യമായിട്ടും എൻ്റെ മനസ്സിൽ ഈ കുറ്റകൃത്യം നടന്ന് ദിലീപിൻ്റെ പേര് വന്നപ്പോൾ എൻ്റെ മനസ്സിൽ അതുണ്ടായിരുന്നു. ഉണ്ടാവാൻ കാരണമെന്ന് പറഞ്ഞാൽ എൻ്റെ നേരെയുണ്ടായ ആക്രമങ്ങൾ ഞാൻ ഒരുപാട് സഹിച്ചിട്ടുള്ളതാണ്. നേരിട്ടല്ല ദിലീപ് ചെയ്തതെങ്കിൽ പോലും ഇതുപോലെ പല ആൾക്കാരെയും കൊണ്ട് എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. എൻ്റെ കഥ പറഞ്ഞു തുടങ്ങിയാൽ ഒരുപാട് നമ്മൾ പറയേണ്ടി വരും. അതിനുള്ള സമയത്ത് ഒരുപക്ഷെ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കാരണം ഞാനും ദിലീപുമായിട്ടുള്ള ഒരു ഇഷ്യൂ എല്ലാ മലയാള സിനിമയിലുള്ള എല്ലാവർക്കും അറിയാം, ഒരുവിധം പ്രേക്ഷകർക്കും അറിയാം. താങ്കൾ അത് ഒരുപക്ഷെ പറയുന്നത് താങ്കൾക്ക്
സിനിമ തരാനായിട്ട് ഇരുന്നതാണ്. അവസാന നിമിഷം താങ്കളുടെ സംവിധായക പദവി മാറ്റി മറ്റു പലർക്കും കൊടുക്കുന്നു. താങ്കൾക്ക് ചിത്രമില്ലാതെ ആകുന്നു. അത് അന്വേഷിച്ച് താങ്കൾ പോകുമ്പോൾ താങ്കളോട് അപമര്യാദയായി പെരുമാറുന്നു. ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് താങ്കളോട് അപമര്യാദയായി പെരുമാറുന്നു. താങ്കളോടൊന്ന് ഇരിക്കാൻ പോലും പറയാതെ കസേരയുടെ പുറത്ത് കാലെടുത്ത് വെച്ച് നീട്ടിയിരുന്നു. ഇതൊക്കെ കാണിച്ച ദിലീപ് ഈ കാര്യങ്ങൾ ചെയ്യുമെന്ന് താങ്കൾക്ക് തോന്നിയിരുന്നു? തീർച്ചയായിട്ടും തോന്നിയിരുന്നു. കാരണം തോന്നാൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിനോട് കാണിച്ച അക്രമങ്ങൾ ആ സമയത്ത് ഞാൻ ചാനലിൽ ദിലീപിനെതിരായി സംസാരിച്ചു എന്നുള്ള കാര്യത്തിൽ എൻ്റെ വീട്ടിൽ പല പ്രാവശ്യം ഫോൺ ചെയ്തിട്ട് എന്നെ കൊന്നുകളയും, അതാണ് ഇതാണ്. ഞാനില്ലാത്ത സമയത്ത് എൻ്റെ വൈഫിനെ വിളിച്ചിട്ട് തെറി വിളിയും. വളരെ മോശമായ രീതിയിൽ പോയി. ഞാൻ എൻ്റെ തിരുവനന്തപുരത്തുള്ള 1-2 പ്രൊഡ്യൂസേഴ്സിനോട് ഞാൻ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ സിനിമ അവർക്ക് ചെയ്ത ഒരു പ്രൊഡ്യൂസറോട് വിളിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ പോലീസ് കേസ് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അവരാരും എന്നെ ഒന്നും സഹായിച്ചില്ല. ആ സമയത്ത് തിരുവനന്തപുരത്തുള്ള ഒരു പ്രൊഡ്യൂസേഴ്സും മിക്ക ഡയറക്ടേഴ്സും എനിക്കെതിരായി നിന്നവരാണ്. ഇവിടെ തിരുവനന്തപുരത്തുണ്ടായിരുന്ന രാജസേനൻ, പിന്നെ പ്രൊഡക്ഷൻ കൺട്രോൾ രാജസേൻ്റെ അനിയൻ മാത്രമാണ് എനിക്ക് കൂട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും എന്നെ തഴഞ്ഞ ഒരു സമയമായിരുന്നു. അതെൻ്റെ സമയദോഷം കൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ അതിൽ വേദനപ്പെടുന്നില്ല. പക്ഷെ വേദനപ്പെട്ടത് എൻ്റെ വീട്ടിൽ അക്രമം നടത്തി. അത് ചാനലിൽ കൂടെ എഴുതി കാണിച്ചിരുന്നു. എന്നിട്ട് പോലും ആരും സഹായിക്കാൻ വന്നില്ല. തുളസിദാസ്, ഈ സിനിമയിൽ ഇത്തരത്തിൽ തഴയപ്പെടുന്നതും അവസരങ്ങൾ ഇല്ലാതാക്കുന്നതും പുതിയ കഥയല്ല. പക്ഷെ താങ്കൾ ഈ പറഞ്ഞ ആക്രമണം ഉണ്ടായി എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു സമീപകാലത്ത് മാത്രം മലയാള സിനിമയിലേക്ക് കടന്നു വന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അത് കൂടുതൽ ഉണ്ടോ എന്നുള്ളത് മറ്റുള്ളവർ പറയേണ്ടതാണ്. അങ്ങനെ ഞാൻ അങ്ങയിലേക്ക് വരാം. ഇപ്പോൾ അഡ്വക്കേറ്റ് രാംകുമാർ കൂടി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേർന്നിരിക്കുന്നു. അഡ്വക്കേറ്റ് രാംകുമാർ, ഇവിടെ അഡ്വക്കേറ്റ് അജകുമാർ ഉണ്ട്. അദ്ദേഹം പറയുന്നത് 10 വർഷത്തിന് അപ്പുറം ശിക്ഷ കിട്ടാവുന്ന കുറ്റകൃത്യം ആണ് ദിലീപിൽ ചുമത്തപ്പെട്ടിട്ടുള്ളത്. അതായത് റിമോട്ട് കൺട്രോളായി ദൂരെ മാറിയിരുന്ന് ബലാത്സംഗത്തിന് പ്രേരിപ്പിക്കുക എന്ന് പറയുന്നത് ബലാത്സംഗം ചെയ്യുന്നത് തന്നെയാണ് എന്നുള്ള വിധിയുണ്ട്. ആ വകുപ്പനുസരിച്ച് അദ്ദേഹത്തിന് ജാമ്യം കിട്ടില്ല. അതാണ് ദിലീപിന് ജാമ്യത്തിൽ താമസം നേരിടുന്നതിന് കാരണം. ഇതാണ് അഡ്വക്കേറ്റ് അജകുമാർ പറയുന്നത്. ഹലോ, അഡ്വക്കേറ്റ് രാംകുമാർ പറയൂ. ഇപ്പോ ജാമ്യം കിട്ടുമോ കിട്ടില്ലേ എന്നുള്ളതിന് പ്രവചിക്കുന്നത് ഒരു വക്കീലിനും ഭൂഷണമല്ല. കാരണം അത് കോടതിയുടെ അധികാര പരിധിയിൽ വരുന്നതാണ്. കോടതിക്ക് അല്പം വിവേചനാധികാരമുണ്ട് ആ കാര്യത്തിൽ. അതുകൊണ്ട് ഏതൊക്കെ കേസിൽ ജാമ്യം നിർബന്ധമായി കിട്ടില്ല എത്ര വൈദഗ്ധ്യമുള്ള ഒരു അഭിഭാഷകനും പറയാൻ പറ്റില്ല. അത് ജ്യോത്സ്യന്മാർ പറയുന്നതിന് തുല്യമാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ കാര്യത്തിൽ അഭിപ്രായം പറയാൻ ചില പരിമിതികളുണ്ട്. കാരണം ഞാൻ ഇന്ന് കോടതിയിൽ അദ്ദേഹത്തിന് വേണ്ടി ജാമ്യാപേക്ഷ സമർപ്പിക്കുകയും പോലീസ് സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിന്റെ പൊള്ളത്തരങ്ങൾ ആകാവുന്ന രീതിയിൽ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചതാണ്. അപ്പൊ അതിനെക്കുറിച്ച് മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്നത് തന്നെ മര്യാദകളാണ്, നമ്മുടെ അംഗീകൃത സ്വഭാവ സംഹിതയുടെ ഒരു ലംഘനമായിട്ട് ഞാൻ കാണുന്നു. അതുകൊണ്ട് ഡോക്ടർ ലാൽ ദയവ് ചെയ്ത് കേസിന്റെ വിശദാംശങ്ങളിലേക്ക് എന്നെ ഇപ്പൊ വലിച്ചഴക്കരുത്. മറ്റന്നാൾ കോടതി ഉത്തരവ് പറഞ്ഞ ശേഷം നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ ഞാൻ മറുപടി. തീർച്ചയായിട്ടും അഡ്വക്കേറ്റ് രാംകുമാർ എന്നോട് നേരത്തെ അത് പറഞ്ഞതുമാണ്. ഞാൻ അതുകൊണ്ട് ആ കാര്യങ്ങളിലേക്ക് ഞാൻ ഇടപെടില്ല. പക്ഷെ ഒറ്റ കാര്യം കേരളത്തിൽ ദിലീപിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി പറയാൻ ഇന്നിപ്പോൾ നിയമവിദഗ്ധൻ താങ്കൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൂടി പറയണമല്ലോ. അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നവർ ഇപ്പോൾ കൂവി വിളിക്കുന്നു എന്നുകൂടി പറയുമ്പോൾ താങ്കൾക്കും ആ കൂവലിന്റെ ഒരു അംശം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് താങ്കൾ അതിനെ ഒന്ന് പറയേണ്ടതുണ്ട്. ഈ തെളിവുകൾ ശക്തമാണ് എന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ട്. ദിലീപ് ഈ തെറ്റ് ചെയ്തു എന്ന് പോലീസ് ഉറച്ചു പറയുന്നുണ്ട്. താങ്കൾക്ക് ഉറച്ച് വിശ്വസിക്കുന്നു താങ്കൾ അങ്ങനെയല്ല, അതുകൊണ്ട് ദിലീപ് പുറത്തേക്ക് വരും എന്ന്? അങ്ങനെയല്ല. ഈ കൂവി വിളിക്കുന്നതിലൊന്നും ചൂളുന്ന ആളൊന്നുമല്ല ഞാൻ ഇതിലും വലിയ ആൾക്കൂട്ടത്തിന്റെ നടുക്ക് കേസ് നടത്തി പരിചയിച്ച ആളാണ്. അതുകൊണ്ടൊന്നും എന്റെ കടമ നിർവഹിക്കുന്നതിന് ആരും എന്നെ തടസ്സപ്പെടുത്തുന്നത് ഞാൻ ഭയപ്പെടുന്നില്ല. അതിൽ ഭയപ്പെടാനും പോകുന്നില്ല. അത് താരതമ്യേന നിസ്സാര വിഷയം. ഈ ഒരു വലിയ വിവാദത്തിനിടയിൽ എന്നെ പോലെ ഒരു നിസ്സാരനായ ആളെ കുറിച്ച് ചർച്ച ചെയ്തത് നിങ്ങൾ പ്രേക്ഷകരുടെ സമയം കളയണ്ട. അതല്ല പ്രധാനം. ഇവിടെ ഒരു ദിലീപ് ഇത്രയും കാലം അഭിനയിച്ച ഒരുപാട് സിനിമകളുടെ തിരക്കഥകളെ തോൽപ്പിക്കുന്ന രീതിയിൽ, അതിജീവിക്കുന്ന രീതിയിൽ വളരെ മനോഹരമായ സ്ക്രിപ്റ്റ് പോലീസ് അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊരുപാട് ഭാവനാപൂർണരായ പോലീസ് ഉദ്യോഗസ്ഥന്മാര് ആ സംഘത്തിലുണ്ട് എന്ന് വെളിവാക്കുന്ന കാര്യമാണ്.
അതാണ് ജനങ്ങൾക്ക് ഏറ്റവും ഇപ്പൊ ആകാംക്ഷയായിട്ട് കാണുന്നത്. അതിനെക്കുറിച്ച് കോടതിയിൽ പരാമർശമുണ്ടായി. 19 സംഭവങ്ങൾ നിരത്തിയിട്ടുണ്ട്. ആ 19 സംഭവങ്ങൾ പകുതിയും ദിലീപുമായിട്ട് ഒരു ബന്ധമില്ലാത്തതാണ്. അപ്പൊ പിന്നെ ഉള്ളത് പൾസർ സുനിയുടെ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചാണ്. ഇതൊക്കെ എങ്ങനെ തെളിവായി സ്വീകരിക്കാം? ഞാൻ പറഞ്ഞില്ല, എനിക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ എന്റേതായ പരിമിതികളുണ്ട്. ഞാൻ മര്യാദയുടെ സീമ ലംഘിക്കുന്നത് ഞാൻ തന്നെ ഭയപ്പെടുന്നു. തീർച്ചയായിട്ടും ഞാൻ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നതേ ഇല്ല. എന്റെ ചോദ്യം ഇപ്പോഴും, ദിലീപ് ഇന്നലെ വരെ ഈ രാജ്യത്തെ ഒരു സൂപ്പർ താരമായിരുന്നു. ആ ദിലീപിന്റെ സിനിമകൾ ഇറങ്ങാൻ ഇരിക്കുന്നു. ദിലീപിന്റെ ഒരു സിനിമ അടുത്ത ആഴ്ച ഇറങ്ങേണ്ടതാണ്, കഴിഞ്ഞ ആഴ്ച തന്നെ ഇറങ്ങേണ്ടതായിരുന്നു, രാമലീല പോലെയുള്ള സിനിമകൾ. അപ്പോൾ ഈ സിനിമയൊക്കെ എടുക്കാൻ ഇരിക്കുന്നവർക്ക് അഡ്വക്കേറ്റ് രാംകുമാർ ഉറപ്പിച്ചവർക്ക് വാക്ക് കൊടുക്കുകയാണോ? ഇതാ ഞാൻ വായിച്ചു നോക്കിയപ്പോൾ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ അനുസരിച്ച് എനിക്ക് ഇങ്ങനെയാണ് തോന്നുന്നത്, അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങളുടെ കോടികൾക്ക് കുഴപ്പങ്ങൾ ഉണ്ടാകില്ല. ഇതാണോ അഡ്വക്കേറ്റ് രാംകുമാർ അവരെ ഉപദേശിക്കുന്നത്? നോക്കൂ, ഡോക്ടർ ലാലിനെ പോലെ പ്രഗത്ഭനായ ഒരു മാധ്യമ പ്രവർത്തകനോട് എനിക്ക് പറയാനുള്ളത്, ആ കാര്യത്തിൽ എന്റെ അഭിപ്രായത്തിന് വലിയ പ്രസക്തിയില്ല. കാരണം ഞാൻ അതിന്റെ ഒരു വശം മാത്രമാണ് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. കോടതി എല്ലാ വശങ്ങളും പരിഗണിച്ച് ഒരു വിധി പ്രസ്താവിക്കും, നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷെ അതിനിടയ്ക്ക് ഒരാൾ എന്തോ ഭീകരമായൊരു കുറ്റം ചെയ്തു എന്ന മട്ടില് ഒരു മൃഗത്തെ പോലെ അവതരിപ്പിച്ച് ഒരു പ്രദർശനവസ്തു ആക്കരുത് എന്ന് ഇന്ന് ഞാൻ ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റിന് മുമ്പിൽ ചൂണ്ടി അവരതിന് പരിപൂർണമായി യോജിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ പോലീസിന് കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറയട്ടെ, ഡോക്ടർ ലാൽ ഇംഗ്ലീഷിൽ ഒരു പറച്ചിലുണ്ട്, സക്സസ് ഹസ് മെനി ഫാദേഴ്സ്, ഡെഫീറ്റ് ഇസ് എൻ ഓർഫൻ. ഇപ്പൊ ദിലീപ് അഭിനയിച്ചുകൊണ്ടിരിക്കണേ രണ്ടാമത് പറഞ്ഞ കാര്യമാണ്. ഇപ്പൊ അദ്ദേഹത്തിന് ഒരു വീഴ്ച പറ്റിയപ്പോ എല്ലാവരും കൂടി തരം താത്തി കൂവി വിളിച്ച് ഇതാക്കാൻ, അതൊരു മാന്യതയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അദ്ദേഹത്തിന്റെ അഭിഭാഷകം എന്നുള്ള നിലയ്ക്ക് പറയില്ല, പൊതുവായിട്ട് പറയാണ്. ഇപ്പോ ബോംബെയിലെ ജയിലിൽ കിടക്കുന്ന ഇന്ദിരാണി മുഖർജി അനുഭവിച്ച പീഡനങ്ങൾ നമുക്കറിയാം. അവർ വലിയ മാധ്യമ പ്രവർത്തന സ്ഥാപനത്തിന്റെ ഉടമസ്ഥയായിരുന്നു. അവരെ ജയിലിൽ വെച്ച് ഭീകരമായി മർദ്ദിച്ചു. നമ്മുടെ രാജ്യം ആരും ശ്രദ്ധിച്ചില്ലല്ലോ. അപ്പൊ അതുപോലത്തെ സംഭവങ്ങൾ ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അത് ഈ ഏറ്റവും വിദ്യാസമ്പന്നരാണെന്ന് വിചാരിക്കുന്ന കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് കുറച്ചുകൂടി പക്വതയുള്ള ഒരു പെരുമാറ്റമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അഡ്വക്കേറ്റ് രാംകുമാർ, ഇപ്പോൾ പോലീസ് ഈ ദിലീപിനെ പലയിടത്തും കൊണ്ടുപോയി തെളിവെടുക്കുന്നുണ്ടല്ലോ, അത് ഈ ഘട്ടത്തിൽ പോലീസിന്റെ കസ്റ്റഡിയിൽ ചെയ്യേണ്ട കർത്തവ്യം നിർവഹിക്കുക തന്നെയല്ലേ? അത് ജനങ്ങൾ അതിനോടൊപ്പം ഈ ഒരു താരത്തെ ഇന്നലെ വരെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ എല്ലാ സീമകളും ലംഘിച്ച് ജയ് വിളിച്ചവരാണ് ഈ ജനങ്ങൾ. അവര് ഒരുപക്ഷെ നമ്മൾ ലോകത്തിന്റെ മറ്റ് മേഖലകളിൽ ഹോളിവുഡിലോ ഒക്കെ കാണാത്ത രീതിയിൽ ഇവിടെ ഒരു ഘട്ടത്തിനപ്പുറം നിന്ന് ആരാധന നടത്തിയിട്ടുണ്ട് ദിലീപിനെ പോലുള്ളവരെയൊക്കെ. അപ്പോൾ ഇപ്പൊ തിരിച്ചൊരു ഘട്ടം വന്നപ്പോൾ അവർ അതും അതുപോലെ കാണിക്കുന്നു എന്ന് കാണുന്നതിന് ഈ പോലീസിന്റെ ഇന്നത്തെ നടപടികൾ കാരണമായിട്ടുണ്ടോ? അത് നിയമപരമല്ല എന്ന് താങ്കൾ പറയുമോ? അല്ല, തീർച്ചയായിട്ടും അല്ലല്ലോ. പോലീസിന് ഒരു കുറ്റം ചാർത്തപ്പെട്ട കുറ്റാരോപിതനായ ഒരു പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് തെളിവ് ശേഖരിക്കുക എന്നുള്ളത് പോലീസിന്റെ ചുമതലയുടെ ഭാഗമാണ്. അവര് 5 ദിവസം ചോദിച്ചു, ഞാനത് എതിർത്തു. കാരണം അതിന്റെ ആവശ്യമില്ല. കാരണം ഒരുപാട് ദീർഘനേരം ഉയർന്ന ഉദ്യോഗസ്ഥന്മാര് പോലീസ് ക്ലബിൽ വെച്ച് നിരവധി തവണ ദിലീപിനെ ചോദ്യം ചെയ്തും കിട്ടാത്ത കാര്യം ഇപ്പൊ സമ്മതിക്കുന്ന ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയിട്ടില്ല എന്ന് ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? ആബാദ് പ്ലാസയിൽ താമസിച്ചിട്ടില്ല അമ്മയുടെ പരിപാടിക്ക് ഏതെങ്കിലും നടന് നിഷേധിക്കാൻ പറ്റുമോ? അതൊക്കെ അനിഷേധമായ കാര്യങ്ങളാണ്. അതിനെ സംബന്ധിച്ച് തെളിവെടുക്കുന്നതിന് ആർക്കും എതിർക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് 2 ദിവസമാക്കി കുറച്ചത്. കാരണം താരതമ്യേന നിസ്സാരമായ തെളിവെടുപ്പാണ് പോലീസ് ഇപ്പൊ ചെയ്യാനുള്ളത്. അതുകൊണ്ടാണ് അത് എതിർക്കാരെന്ന് കോടതി അംഗീകരിച്ചുകൊണ്ട് വളരെ അന്തസ്സായിട്ട് കോടതി 1.5 ദിവസമായിട്ട് ചുരുക്കി. അഡ്വക്കേറ്റ് രാംകുമാർ, ഒരു ചോദ്യം കൂടി ഞാൻ താങ്കളോട് ഈ ഘട്ടത്തിൽ ചോദിക്കുകയാണ്. താങ്കൾ ഈ ഘട്ടത്തിൽ ഒരുപാട് വിശദീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളത് കൊണ്ട്, ആ സീമ ലംഘിക്കാൻ ഞാൻ താങ്കളെ പ്രേരിപ്പിക്കുകയും ഇല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ദിലീപിനെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു നടൻ, ആ നടൻ സിനിമയിൽ ഒരുപാട് പേരുമായി സഹകരിക്കുന്നുണ്ടാകും. ചിലരെ അറിയാം, ചിലരെ അറിയില്ല. ഈ പൾസർ സുനിയെ പോലെയുള്ള ആളുകളുമായി ഒരുപക്ഷെ ഈ ആബാദ് പ്ലാസയിൽ ഒരുമിച്ച് നിന്നിട്ടുണ്ടാകാം, ഒരേ ടവർ ലൊക്കേഷനിൽ വന്നിട്ടുണ്ടാകാം, ഒരു മുറിയിൽ അവർ കണ്ടുമുട്ടിയിട്ടുണ്ടാകാം. ഇതൊക്കെ സ്വാഭാവികമായി സംഭവിക്കാം. ദിലീപിന് അദ്ദേഹവുമായി സംസാരിച്ചിട്ട് വരെ ഉണ്ടാകാം. അത് ഒരിക്കലും ദിലീപിനെതിരായ ഒരു തെളിവായി നിരത്താൻ സാധിക്കില്ല എന്ന് അഡ്വക്കേറ്റ് രാംകുമാർ പറയുമോ?
ആ വാദം ഇന്ന് കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ട് ഡോക്ടർ ലാൽ. ഒരാളെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് കണ്ടു എന്ന് വെച്ചാൽ അത് ഗൂഢാലോചനയാണ് എന്ന് നിഗമനത്തിലെത്താൻ അത് മാത്രം പോരാ, ആ കൂടിക്കാഴ്ച മാത്രം പോരാ. എന്ത് സംസാരിച്ചു, എന്തിനെ പറ്റി സംസാരിച്ചു, അതിനെക്കുറിച്ച് വ്യക്തമായ തെളിവ് വേണം. ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ കാര്യത്തിൽ കേരളം മുഴുവൻ ഈ ഇരയെ സംരക്ഷിക്കുന്ന ഒരു കാര്യം കൂടി നിർവഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ അങ്ങും ഇരയ്ക്ക് വേണ്ട നീതി രാജ്യത്ത് നടപ്പിലാക്കണമെന്ന് പറയുന്ന ഒരു അഭിഭാഷകൻ കൂടി ആകണം. പക്ഷെ അങ്ങനെ വരുമ്പോഴും ഈ കാര്യത്തിൽ മറുഭാഗത്ത് നിൽക്കുന്നത് ഇരയാക്കപ്പെട്ട ഒരു കുട്ടിയാണ്. ആ കുട്ടിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പോലും ഈ ദിലീപിനെ, അങ്ങയുടെ കക്ഷിയെ മോചിപ്പിക്കുന്നതിന് വേണ്ടി അങ്ങേക്ക് പറയേണ്ടി വരുന്ന ഘട്ടമുണ്ടായാൽ അത് ഉപയോഗിക്കുകയാണോ താങ്കൾ ചെയ്യുന്നത്? അങ്ങനെയല്ല. ഞാൻ ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്ന നടിയുടെ സ്റ്റേറ്റ്മെന്റ് മുഴുവൻ കോടതിയിലെ രേഖയാണ്. അതിൽ ഒരു സ്ഥലത്തും ഒരു ഗൂഢാലോചനയെ കുറിച്ചോ അല്ലെങ്കിൽ സിനിമാ രംഗവുമായി ബന്ധപ്പെട്ട ആരെക്കുറിച്ചും ഒരു പ്രസ്താവനയുമില്ല. ഇത് ഉണ്ടായത് പൾസർ തുനിക്കെതിരായ ചാർജ് ഷീറ്റ് കൊടുത്ത ശേഷമാണ്. കാക്കനാട് ജയിലിൽ വെച്ച് ഉദയം ചെയ്ത മറ്റൊരു ഗൂഢാലോചനയിലാണ് ഫലമായിട്ടാണ് ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ഇനിയും പലരും അറസ്റ്റ് ചെയ്യാൻ പോകുന്നു മനസ്സിലാക്കണം. ആ ഗൂഢാലോചനയുടെ പിന്നിൽ ആരാണ് എന്ന് ഇന്ന് വരെ പോലീസ് അന്വേഷിക്കാൻ സന്നദ്ധത കാണിച്ചിട്ടില്ല. പ്രബല ശക്തികളില്ലെങ്കിൽ ആ ഗൂഢാലോചന ഇതുപോലൊരു വഴിത്തിരിവിൽ എത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അഡ്വക്കേറ്റ് രാംകുമാർ, ഒരു മിനിറ്റ്. ഈ കാര്യത്തിൽ അഡ്വക്കേറ്റ് അജകുമാറിന് കൂടി അങ്ങയോട് ഇടപെടാനുണ്ട് എന്നുള്ളത് അങ്ങേ കൂടുതൽ ബുദ്ധിമുട്ടിക്കില്ല. അങ്ങ് അതൊന്ന് കേൾക്കുക. ബഹുമാന്യനായ ശ്രീ രാംകുമാർ സാർ ഞങ്ങളുടെയൊക്കെ ഗുരുസ്ഥാനീയത്ത് നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസത്തിനെതിരെ പറയാനുള്ള ശക്തിയോ അറിവോ എനിക്കില്ല. പക്ഷെ ഒരു കാര്യം, ഈ സമയത്ത് കോടതി തെളിവുകളെല്ലാം നിരത്താൻ പ്രോസിക്യൂഷനോട് ആവശ്യപ്പെടാറില്ല. ഏതെങ്കിലും അങ്ങനെ സസ്പീഷൻ ഓഫ് കമ്മീഷൻ ഓഫ് ഒഫൻസ് ആണ് ബെയിൽ സമയത്ത് കാണുന്നത്. അതിന് മതിയായ തെളിവുകൾ ഉണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം, എളിയ അഭിപ്രായം. രണ്ടാമത്തെ കാര്യം, മജിസ്ട്രേറ്റിന് ദത്തോ ജീവപര്യന്തമോ കൊടുക്കുന്ന ശിക്ഷ കിട്ടാവുന്ന കേസുകളിൽ 2 ഡിസ്ക്രിപ്ഷൻ മാത്രമേ ഉള്ളൂ. 16 വയസ്സിന് താഴെയായിരിക്കണം, സ്ത്രീ ആയിരിക്കണം, ഇൻഫോം ആയിരിക്കണം. അങ്ങനെയുള്ള ആളിനെ ഒഴിച്ചു കഴിഞ്ഞാൽ സാധാരണ ആ ജൂറിസ്ഡിക്ഷൻ എക്സസൈസ് ചെയ്യാൻ പവർ ഇല്ല. തീർച്ചയായിട്ടും അവിടെ ഒരു ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്ത് പ്രാഥമികമായ കമ്മിറ്റൽ കോടതിയുടെ നിഗമനങ്ങളോട് രാജകുമാർ, അത് ഈ അഡ്വക്കേറ്റ് രാംകുമാറും സമ്മതിക്കുന്നുണ്ടല്ലോ. അതായത് ഈ മജിസ്ട്രേറ്റ് കോടതിക്ക് ഒരു പരിമിതിയുണ്ട്. പക്ഷേ അത് ഈ ചാർത്തപ്പെട്ട കുറ്റങ്ങളുടെ കുഴപ്പം കൊണ്ടാണ്, ഈ പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് കൊണ്ടാണെന്നാണ് അഡ്വക്കേറ്റ് രാംകുമാർ പറയുന്നത്. പക്ഷേ ഈ അദ്ദേഹത്തിന്റെ കക്ഷി ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ടില്ലാന്ന് അദ്ദേഹത്തിന് പിന്നീട് പറയാൻ പറ്റും. അഥവാ ഈ കോടതി ജാമ്യം കൊടുത്തില്ലെങ്കിൽ അതിന് മേൽ കോടതിയിൽ പോയി, അതിന് പരിമിതികൾ ഇല്ലാത്ത കോടതിയിൽ പോയി അത് വാങ്ങിച്ചെടുക്കാൻ പറ്റും എന്നാണ് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം. അടിസ്ഥാനത്തിൽ അദ്ദേഹം ചെയ്യുകയായിരിക്കും. പക്ഷെ ഒരു കാര്യം, ഈ സമയത്ത് തെളിവുകൾ ഇവാലുവേറ്റ് ചെയ്യുന്നതും കാര്യം, തെളിവ് ശേഖരണം പൂർത്തിയായിട്ടില്ല. തെളിവ് ശേഖരണത്തിന് പ്രതിയുടെ കസ്റ്റഡി ആവശ്യമുണ്ട്. പ്രതിയെ പുറത്തുവിട്ടാൽ സാക്ഷികളെ സ്വാധീനിക്കുന്ന സാഹചര്യമുണ്ട്. ഇതിൽ 90 ദിവസം വരെ റൈറ്റ് ഓഫ് ബെയിൽ ഇല്ല. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ റൈറ്റ് ഓഫ് ബെയിൽ ഉള്ളൂ. 90 ദിവസത്തിനകത്ത് ചാർജ് ഷീറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ജാമ്യത്തിൻ്റെ കാര്യം മേൽക്കോടതികൾക്ക് മാത്രമേ തീരുമാനിക്കാൻ പറ്റൂ, ട്രയൽ കോടതികൾക്കും. അതിനു മുമ്പ് ചാർജ് വന്നാൽ റൈറ്റ് ഓഫ് ബെയിൽ ഇല്ല. അഡ്വക്കേറ്റ് രാംകുമാർ, അവിടെ താങ്കൾ പ്രതികരിച്ചാൽ ഞാൻ താങ്കളെ ഇന്നത്തേക്ക് വിടുവിച്ച് നമുക്ക് 2 ദിവസം കഴിഞ്ഞ് വീണ്ടും കണ്ടുമുട്ടാം. അവിടെ അഡ്വക്കേറ്റ് അജകുമാർ പറയുന്നത്, അല്ലെങ്കിൽ നാളെ പോലീസ് വാദിക്കാൻ പോകുന്നത്, മറ്റന്നാൾ ഹൈക്കോടതിയിൽ അങ്ങ് പോകുമ്പോൾ അവിടെയും വാദം ഈ നിലയ്ക്കാണ് പോകുക. ആ നിയമവ്യവസ്ഥ ഞാൻ അംഗീകരിക്കുന്നു, അതിനെപ്പറ്റി ഒന്നും തർക്കമുള്ള കാര്യമല്ല. പക്ഷെ ഇവിടെ പ്രശ്നം അതല്ല. പ്രശ്നം ഒരു സ്ഥലത്ത് 2 പേര് സന്നിഹിതരായിരുന്നു. അതൊരു സ്വാഭാവികമായിട്ടും സന്നിഹിതമുള്ള സ്ഥലമാണ്. അമ്മയുടെ മീറ്റിങ്ങിന് ആബാദ് പ്ലാസയിൽ സന്നിഹിതനായിരുന്നു. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഒരു സിനിമാ താരം സന്നിഹിതനായിരുന്നു. അവിടെ എല്ലാ സിനിമാ താരങ്ങളുമായിട്ട് ബന്ധം പുലർത്തി അവരുടെ കാറുകൾ ഓടിക്കുന്ന, അവരുമായിട്ട് ദീർഘകാലം ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന, സിനിമാ രംഗത്തെ എല്ലാ പ്രമുഖരെയും നേരിട്ട് അറിയുന്ന ഒരു വ്യക്തി കൂടി സന്നിഹിതനായിരുന്നു എന്നതുകൊണ്ട് ഒരു ഗൂഢാലോചനയ്ക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഭാവനാസമ്പന്നമായൊരു സിനിമാ സ്ക്രിപ്റ്റാണ് കോടതിയിൽ കൊടുക്കേണ്ട ഒരു ചാർജ് ഷീറ്റ് അല്ല.
അഡ്വക്കേറ്റ് രാംകുമാർ, അങ്ങനെയാണെങ്കിൽ താങ്കൾ എന്താണ് വാദിക്കുക? ഒരു പ്രതി ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്ന് തെളിയിക്കപ്പെടണമെങ്കിൽ പോലീസ് എന്ത് കൊണ്ടുവരേണ്ടി വരുമായിരുന്നു? എന്റെ സുഹൃത്തും അജയ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഈ ഘട്ടത്തിൽ തെളിയിക്കപ്പെടണ്ട. പക്ഷെ തെളിവുകൾ എന്ന പേരിൽ നിരത്തുന്നത് തെളിവുകളുടെ നിലവാരത്തിലാവണ്ടേ? സംശയങ്ങളുണ്ടെങ്കിൽ പോലും ഒരാളെ അറസ്റ്റ് ചെയ്യാം. പക്ഷെ സംശയത്തിന്റെ നിഴല് വെച്ച് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്, എല്ലാ കേസുകളിലും അറസ്റ്റ് നിർബന്ധമല്ല. അത്രത്തോളം നിർബന്ധമായാലേ അറസ്റ്റ് വേണ്ടുള്ളൂ. ഇവിടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് ഒരു കേസിലെ പ്രതിയെ കണ്ടു. ആബാദ് പ്ലാസയിൽ അമ്മയുടെ മീറ്റിംഗിന്റെ ഇടയിൽ ഒരു റൂമിൽ വെച്ച് അയാളെ കണ്ടു. ഇതൊക്കെ വെച്ച് ഒരാളെ സംശയത്തിന്റെ നിഴലിൽ നിർത്താൻ പര്യാപ്തമാണോ? സാധാരണ നിലയിൽ നമ്മുടെ മനസ്സിലുള്ള പ്രിജുഡിസസ് മാറ്റിവെച്ച് ചിന്തിക്കുന്ന ഒരാൾക്ക്, നിഷ്പക്ഷമായി സ്വതന്ത്രമായി പറയാവുന്ന ഒരാൾക്ക് സ്വാഭാവികമായും അവിടെ വരാൻ സാധ്യതയുള്ള രണ്ടാളുകൾ വന്നാൽ അത് ഗൂഢാലോചനയ്ക്കാണെന്ന് പറഞ്ഞാൽ സംശയം മാത്രമേ ഉള്ളൂ, സംശയത്തിന്റെ നിഴല് മാത്രമേ ഉള്ളൂ. അതാണ് അഡ്വക്കേറ്റ് അജകുമാർ, അതായത് സംശയത്തിന്റെ ആനുകൂല്യം എപ്പോഴും ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ശിക്ഷ വിധിക്കാൻ പറ്റാത്തൊരു സാഹചര്യമല്ലേ? സംശയത്തിന്റെ ആനുകൂല്യം ബെയിൽ ആപ്ലിക്കേഷൻ സമയത്ത് പ്രതിക്ക് അവകാശപ്പെടാൻ അവകാശമില്ല. സംശയത്തിൻ്റെ ആനുകൂല്യം വിചാരണ കോടതിയിൽ അവസാനം, അതും സുപ്രീം കോടതി ഇപ്പോൾ റീസണബിൾ ഡൗട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ ഏകദേശം നിരപരാധിത്വം തന്നെ വേണം. ആ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഈ ഒരു അവസരത്ത് ഇത്രയും പ്രബലനായ ഒരു പ്രതിയെ അല്ല, അഡ്വക്കേറ്റ് അജകുമാർ ഇപ്പോഴും പറയുന്നത് ഈ ഘട്ടത്തിൽ ഈ ജാമ്യത്തിനുള്ള സാധ്യത കുറവാണ് എന്നുള്ളത് മാത്രമാണ്. അതിൻ്റെ പോലീസിൻ്റെ വാദമാണ് പറയുന്നത്. അപ്പോഴും അഡ്വക്കേറ്റ് രാംകുമാർ പറയുന്നത് ആത്യന്തികമായ ഈ കേസിൻ്റെ ഒരു പോക്കിനെ കുറിച്ചാണല്ലോ. അവിടെ എത്ര വേണമെങ്കിലും പോലീസ് ദിലീപിനെ കൊണ്ടു നടന്ന് തെളിവെടുത്തോട്ടെ, തെളിവെടുത്തു കഴിഞ്ഞ് ഏറ്റവും അവസാനം കൊണ്ടുവരണമല്ലോ ഒരു തെളിവ്, കൃത്യമായി ലിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു തെളിവ്. അത് കൊണ്ടുവരാൻ ഈ പോക്കിൽ മുന്നോട്ട് പോകുമ്പോൾ സാധിക്കുമെന്ന് അഡ്വക്കേറ്റ് അജകുമാറിന് ഈ കാര്യങ്ങൾ കാണുമ്പോൾ തോന്നുന്നുവോ? അതാണ് ചോദ്യം. അദ്ദേഹം തന്നെ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്, ഇനി 88 ദിവസം തെളിവെടുപ്പ് നടക്കാനിരിക്കുമ്പോൾ എങ്ങനെയാണ് പ്രതിഭാഗത്തിന് പറയാൻ കഴിയുക ഈ കേസ് ദുർബലമാണ്, ഇതിൻ്റെ അകത്ത് 2 പേർ വന്ന് ഒരു മുറിയിൽ കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഢാലോചന? ഞാൻ അദ്ദേഹത്തോട് 100% യോജിക്കുന്നു. 2 പേര് മുറിയിൽ കയറി എന്ന് പറയുന്നത് കൊണ്ട് മാത്രം ഗൂഢാലോചന ഉണ്ടാവില്ല. 100% അദ്ദേഹത്തിൻ്റെ ആ ആർഗ്യുമെന്റ് ശരിയാണ്. പക്ഷേ ആ 2 പേർ കയറി എന്നുള്ളത് ഗൂഢാലോചനയുടെ ഒരു കണ്ണിയാണ്. ആ കണ്ണി തെളിയിക്കപ്പെട്ടാൽ ഒരു എൻഡ് പ്രോഡക്റ്റും ഉണ്ടെങ്കിൽ ആ ഗൂഢാലോചന ഉള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഇനി ബാക്കി ലിങ്കിങ് എവിഡൻസ് ഒരുപാട് റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ആ ലിങ്ക് എവിഡൻസുകളോട് കയറുമ്പോൾ ഇനി അവരവിടെ എന്ത് സംസാരിച്ചു എന്നുള്ളത് 106-ാം വകുപ്പ് അനുസരിച്ച് പ്രതികൾക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. അത് എന്താണ് സംസാരിച്ചു എന്നുള്ളത് എന്നെക്കാൾ അദ്ദേഹത്തിന് ആ നിയമപ്രശ്നം അറിയാം, നിയമവശം അറിയാം. അത് ബർഡൻ ഷിഫ്റ്റ്സ് ടു ദ അക്യൂസ്ഡ്, അതായത് പ്രതിയിലേക്ക് ബർഡൻ മാറുന്നു. അത് ഈ സമയത്ത് കൺസിഡർ ചെയ്യേണ്ട കാര്യമല്ല. അത് ട്രയലിൽ അദ്ദേഹം വിദഗ്ധമായിട്ട്. രാംകുമാർ, താങ്കൾ ലൈനിൽ ഉണ്ടെങ്കിൽ ആ ബർഡനൊക്കെ സഹിക്കാൻ തയ്യാറായി തന്നെയാണ് ഈ വക്കാലത്ത് ഏറ്റെടുത്തത് എന്നാണ് താങ്കളുടെ മനസ്സിൽ ഇപ്പോൾ? അത് തീർച്ചയാണല്ലോ. ഒരു കേസ് ഏറ്റെടുക്കുമ്പോൾ പരാജയപ്പെടാനല്ലല്ലോ ഏറ്റെടുക്കുന്നത്. തീർച്ചയായും. ഞാൻ ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിനുള്ള നന്ദി അങ്ങയോട് അറിയിക്കുകയാണ്. ശ്രീ ശാന്തിവിള ദിനേശ്, എനിക്കൊരു ഇടവേളയിലേക്ക് പോകുന്നതിന് മുൻപായി താങ്കളോടൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ശ്രീ തുളസീദാസ് പറഞ്ഞ ദിലീപിൻ്റെ പൂർവ്വകാലം, ഇപ്പോൾ അഡ്വക്കേറ്റ് അജകുമാർ പറഞ്ഞ ഭാവി കാലത്തിൽ 90 ദിവസത്തിനകം ഇനി 88 ദിവസം കൊണ്ട് നേടിയെടുക്കേണ്ട തെളിവുകൾ, ഇത് ദിലീപിന് അനുകൂലമല്ല. എനിക്കറിയില്ല. എനിക്ക് ഒന്നാമത് പ്രവചിക്കാൻ അറിയാത്ത ഒരാളാണ്, ഇതുവരെയും കോടതി കയറാത്ത ഒരാളാണ്. അതുകൊണ്ട് ഇതിൻ്റെ ആ ഡീറ്റെയിലുകൾ എനിക്കറിയില്ല. സിനിമയിൽ തുളസിദാസ് പറഞ്ഞതിനൊരു മറുപടി പറയാനുള്ളത്, സിനിമയിൽ ഒരു സിനിമയ്ക്ക് ഡേറ്റ് നൽകുകയും ആ ഡേറ്റ് പിന്നെ മാറ്റുകയും ഒക്കെ ചെയ്യുന്ന പ്രവണത ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. ഞാൻ ആകെ ഒരു സിനിമയെ സംവിധാനം ചെയ്തിട്ടുള്ളൂ. അതിലെ നായകൻ കലാഭവൻ മണിയായിരുന്നു. മണി ഡേറ്റ് മാറുകയും അത് ലാലാവുകയും ചെയ്ത ഒരു രക്തസാക്ഷിയാണ് ഞാൻ പക്ഷേ അതിനെ വളരെ സില്ലിയായിട്ടാണ് എടുത്തത്. എന്നെ മണിക്ക് മാറ്റാൻ കഴിയുന്നതിന് മുമ്പേ ഞാൻ മണിയെ മാറ്റി. അതാണ് എൻ്റെ ചരിത്രം. പക്ഷേ തുളസീദാസിന് ആക്രമണം നേരിടേണ്ടി വരുന്നു, അദ്ദേഹത്തിന് മോശപ്പെട്ട അനുഭവങ്ങൾ സെറ്റിലുണ്ടാകുന്നു. ഇതൊക്കെ ദിലീപ് ഒരു ആക്രമകാരിയാകുമെന്നും
ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നും അദ്ദേഹത്തിന് തോന്നിച്ച സംഭവങ്ങളാണ്. ഞാൻ 18 ദിവസമായി നിങ്ങളുടെ ഈ ചർച്ചകളിൽ പല ചാനലുകളിൽ പങ്കെടുക്കുന്നു. കഴിഞ്ഞ ഒരു 5-6 ചാനലുകളിൽ തുളസിദാസ് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ദിലീപ് പോലീസ് കസ്റ്റഡിയിലാവുന്നതുവരെ ഇത്തരം ഒരു പരാതി തുളസിദാസ് പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അതിന് എനിക്ക് മറുപടിയില്ല. ശ്രീ തുളസിദാസ്, അപ്പോൾ ദിലീപ് ഇപ്പോൾ അഴിക്കുള്ളിലായി, ഇനി തിരിച്ചിറങ്ങില്ല എന്ന ധൈര്യത്തിൽ പലരും പറഞ്ഞു തുടങ്ങുന്ന കൂട്ടത്തിൽ തുളസിദാസും എന്നാണ് ശാന്തിവിള ദിനേശിന്റെ അനുമാനം. അത് തുടക്കം തന്നെ ശാന്തിവിള ദിനേശിനോട് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരു ആർട്ടിസ്റ്റ് ഡേറ്റ് തെറ്റിച്ച് കംപ്ലൈൻറ്റ് പോയതല്ല എന്ന് ശാന്തിവിള ദിനേശിന് ഇനിയും മനസ്സിലാക്കാത്തതിൽ വളരെ വിഷമമുണ്ട്. കാരണം ഇതിൻ്റെ തുടക്കം മുതൽ ശാന്തിവിള ദിനേശ് എനിക്ക് എതിരായി സംസാരിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത്, ഒരു എൻ്റെ കയ്യിൽ നിന്ന് പ്രൊഡ്യൂസറിൽ നിന്ന് 40 ലക്ഷം രൂപ വാങ്ങി വെച്ചിട്ട് ആ സംവിധായകനെ പറഞ്ഞയച്ചിട്ട് മറ്റൊരു സംവിധായകനെ കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയാണോ ശാന്തിവിള ദിനേശിന് ഉണ്ടായത്? അതല്ല. ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അതായത് ഒന്ന് മനസ്സിലാക്കണം, എവിഡൻസ്, അതായത് ദിലീപാണ് കുറ്റം ചെയ്തതെന്ന് അറസ്റ്റ് ചെയ്ത ശേഷമാണ് ഞാൻ പ്രതികരിച്ചത്. കാരണം ഞാൻ എന്തെങ്കിലും പ്രതികരിച്ച് അത് നാളെ ദിലീപ് അല്ലാന്ന് തെളിഞ്ഞാൽ എനിക്ക് നിങ്ങളുടെയൊക്കെ മുമ്പിൽ മറുപടി പറയാനില്ല. കാരണം അമ്മയുടെ മീറ്റിങ്ങിലുണ്ടായ സംഭവം അറിയാലോ. തലേ ദിവസം വളരെ തെറ്റുകാരനല്ല എന്ന രീതിയിൽ മുകേഷും ഗണേശും എല്ലാവരും പ്രസംഗിച്ച് ഭയങ്കര ശോഭം കൊണ്ടിട്ട് പിറ്റേ ദിവസം മാപ്പ് പറയേണ്ടി വന്നില്ലേ? അതുപോലെ നിങ്ങളുടെ മുന്നിൽ എനിക്ക് മാപ്പ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ദിലീപ് അറസ്റ്റ് ചെയ്ത ശേഷമാണ് ഞാൻ വന്നത്. അത് എൻ്റെ ശ്രീ തുളസിദാസ്, ഇപ്പോ 40 ലക്ഷം രൂപ ഒരു പ്രൊഡ്യൂസറിൽ നിന്ന് വാങ്ങിയിട്ട് ഉണ്ടായ സംഭവമാണ് താങ്കൾ സൂചിപ്പിച്ചത്. സിനിമയിൽ ഇങ്ങനെ പണം വാങ്ങി തിരിച്ച് ഡയറക്ടറെ മാറ്റുന്നതും നടന്മാരെ മാറ്റുന്നതും ഒക്കെ ഒരു പുതിയ കാര്യമാണോ? ഒന്നത്. രണ്ടാമത്, ആ ഒരൊറ്റ കാര്യം കൊണ്ട് ദിലീപ് ഈ രീതിയിലേക്ക് ഒരു ഹീനകൃത്യം ചെയ്യും എന്ന് പോലീസ് പറയുന്ന, ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിലാണ്, പോലീസ് അന്വേഷിക്കുന്നു, അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് നിങ്ങൾ വിശ്വസിക്കുന്നതിന് കാരണം ഉണ്ടാകുന്നത് എങ്ങനെ? 40 ലക്ഷം രൂപ വാങ്ങിയത് കൊണ്ട് മാത്രമല്ല, ആ നിർമ്മാതാവിനെ അദ്ദേഹം എടുത്തത് കൊണ്ട് മാത്രമല്ല ഞാൻ ചെയ്യുന്നത്. എന്നോട് കാണിച്ച അക്രമങ്ങൾ, അതായത് പലരെയും വിട്ട് എൻ്റെ വീട്ടിൽ ഫോൺ ചെയ്ത് തെറി പറയുകയും എന്നെ കൊല്ലുകയും ചെയ്യുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ്, അല്ലാതെ അല്ല. പിന്നെ തെളിയിക്കട്ടെ, ഞാനിപ്പോൾ അഡ്വക്കേറ്റ് രാംകുമാർ സാർ പറഞ്ഞതിനൊരു മറുപടി കൂടി പറഞ്ഞോട്ടെ. കാരണം അദ്ദേഹം സമർത്ഥനായ അഡ്വക്കേറ്റാണ്. അദ്ദേഹം ഈ കേസിന് ദിലീപിനെ രക്ഷിച്ചു കൊണ്ടുവരുന്നതിൽ എനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം ഒരു നിമിഷം എനിക്ക് ശത്രുതയില്ല ദിലീപിനോട്. ഇടയിൽ പ്രശ്നം കഴിഞ്ഞ ശേഷം ഞങ്ങൾ ദിലീപ് ഈ കാര്യങ്ങൾ ചെയ്തു എന്ന് അങ്ങ് ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരാൾ ശിക്ഷ കിട്ടാതെ മടങ്ങരുത്. അത് പ്രാർത്ഥിച്ചാലും അദ്ദേഹത്തിന്റെ മനസാക്ഷി അങ്ങനെ അനുവദിക്കില്ല. ചെയ്ത ആളാണെങ്കിൽ അദ്ദേഹം ശിക്ഷ അനുഭവിക്കണം. പക്ഷേ താങ്കൾ അതിന് കൃത്യമായി പറയുന്ന കാരണങ്ങൾക്ക്, താങ്കൾ അങ്ങനെ ഉറച്ചു വിശ്വസിക്കുന്ന കാര്യങ്ങൾക്ക് ഈ പറയുന്ന മുൻകാല ശത്രുതയുണ്ടോ? ഇങ്ങനെ ഇപ്പോൾ ചാനലുകളിൽ വന്ന് പറയുന്നവർക്കൊക്കെ അങ്ങനെ ഒരു അനുഭവം ഉള്ളത് കൊണ്ടാണോ പറയുന്നത് എന്ന് സംശയമുള്ളത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് ഇതേ സംശയമുണ്ട്. കാരണം ഇത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്തിരിക്കാം എന്ന സംശയം എനിക്കുണ്ടായിരുന്നു. ഉണ്ടായ കാരണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം നേരിട്ട് ചെയ്തിരിക്കില്ല എന്നെനിക്കറിയാം. പക്ഷേ ആരെങ്കിലും കൊണ്ട് ചെയ്തിരിക്കുമോ എന്ന്, എന്തുകൊണ്ട് ഇത്രയും ആർട്ടിസ്റ്റുകൾ നമ്മുടെ ഇതിലുണ്ടായിട്ട് ദിലീപിൻ്റെ പേര് തന്നെ പിറ്റേ ദിവസം മുതൽ എന്തുകൊണ്ട് സംസാര വിഷയമായി? അത് നമുക്ക് കാണേണ്ട ഒരു കാര്യമാണ്. പിന്നെ അഡ്വക്കേറ്റ് രാംകുമാർ സാർ പറഞ്ഞ പോലെ അദ്ദേഹം രക്ഷപ്പെടുത്തട്ടെ. പക്ഷേ ആ പെൺകുട്ടിക്ക് നീതി കിട്ടണം. അതിന് കൂടി രാംകുമാർ സാർ ഇടപെടുമോ? ആരാണ് കൊലപാതകി എന്ന്, ആരാണ് ഈ കുറ്റം ചെയ്തതെന്ന് തീർച്ചയായിട്ടും കണ്ടുപിടിക്കണ്ടേ? അത് നമ്മുടെ ഒരു കുഴപ്പത്തിലാവും. അഡ്വക്കേറ്റ് രാംകുമാർ സാർ രണ്ടുപേർക്കും വേണ്ടി ഏറ്റെടുക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇത് പറയുമ്പോ അതിന് കൂടെ ആ പെൺകുട്ടിക്ക് കൂടെ ഒരു നീതി കിട്ടണ്ടേ? തീർച്ചയായിട്ടും രാംകുമാർ സാർ തന്നെ അതിനുവേണ്ടി മെനക്കെടുകയാണെങ്കിൽ ദിലീപിന് നീതി കിട്ടുമോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യമാണ്. ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. ശ്രീ ശാന്തിവിള ദിനേശ്, എന്തു പറഞ്ഞാലും ഈ കാര്യങ്ങളിൽ അവസാനം ഒരു പേരല്ലേ പറയുന്നുള്ളൂ എന്നൊക്കെയാണ് തുളസിദാസ് പറയുന്നത്. തുടക്കം മുതൽ ഈ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ദിലീപിന്റെ പേര് മാത്രമാണല്ലോ പറയുന്നത് എന്നുള്ളതാണ്. നേരത്തെ ഇവിടെ അഡ്വക്കേറ്റ് അജകുമാറും രാംകുമാർ സാറും തമ്മിൽ സംസാരിച്ചപ്പോൾ ഉണ്ടായ ആ സസ്പിഷൻ എന്നുള്ള എലമെന്റ് എങ്ങോട്ടേക്ക് പോകുന്നു എന്നുള്ളത് വരുന്നത്. ആ സസ്പെഷനുള്ള കാരണങ്ങൾ ഒട്ടനവധിയാണ് ഇപ്പോൾ ദിലീപിന്റെ പേരിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, ഈ പ്രശ്നത്തിൽ ആ പെൺകുട്ടിയുടെ ഇഷ്യൂവിൽ ആ പെൺകുട്ടിയും ദിലീപുമായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ തെറ്റിദ്ധാരണകളും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനിപ്പോഴും പറയുന്നു, ചത്തത് കീചകനാണെങ്കിൽ കൊന്നത് ഭീമനാണെന്ന് പറയുന്നത് പോലെ നമുക്ക് ആർക്കും പറയാം.
പക്ഷേ എനിക്കിപ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം, ഞാനത് തുറന്നു പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. കാരണം ഞാൻ ദിലീപ് വർക്ക് ചെയ്ത ഒരു സിനിമയിലും അസോസിയേറ്റായിട്ടോ ഡയറക്ടറായിട്ടോ ഇല്ലായിരുന്നു. ദിലീപുമായിട്ട് എനിക്ക് അങ്ങനെ ഒരു ബന്ധമില്ല. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഒരു അയാൾ എന്ത് കുറ്റവാളിയാവട്ടെ, നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ സിനിമാ സംഘടനകൾ ആ മനുഷ്യനോട് കാണിക്കുന്ന ക്രൂരത, മണ്ടത്തരങ്ങൾ, അതായത് എല്ലാ സംഘടനയിൽ നിന്നും പുറത്താക്കി. ഏത് സംഘടനയ്ക്ക് പുറത്താക്കാനുള്ള അവകാശമുണ്ട്? ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഫെഫ്കയ്ക്ക് അവകാശമുണ്ടോ? ഫെഫ്കയിലെ ഒരു മെമ്പർ ഇങ്ങനെ തെറ്റ് ചെയ്തു എന്ന് കോടതിയിൽ ഇങ്ങനെ കേസും വഴക്കുമൊക്കെ നടക്കുകയാണെങ്കിൽ അയാൾ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാനേ അവകാശമുള്ളൂ. ഇതാ പുറത്താക്കി, അമ്മയിൽ നിന്ന് പുറത്താക്കി. അയാളുണ്ടാക്കി, അയാൾ ചെയർമാനായിരുന്ന തിയേറ്ററുകാരുടെ യൂണിയനിൽ നിന്ന് അയാളെ പുറത്താക്കി. ഈ ഫെഫ്കയുടെ ഭാരവാഹികളെ ഞാൻ തുടക്കം തൊട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നടി ആക്രമിക്കപ്പെട്ട ദിവസം തുടക്കത്തിൽ തന്നെ ഞാൻ ശ്രീ ബി ഉണ്ണികൃഷ്ണനെ വിളിച്ചിരുന്നു. അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറാകാതിരുന്നാണ്. ഞാൻ എന്നിട്ട് പറഞ്ഞു, ഇത് നാട്ടുകാർ ചോദിക്കും നിങ്ങളോട്, അതുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കണം എന്നന്ന് പറഞ്ഞപ്പോഴാണ് അന്ന് രാത്രി അദ്ദേഹം ടെലിഫോൺ ലൈനിലെങ്കിലും വന്നത്. ഇപ്പോൾ ഈ സംഭവം വന്നതിന് ശേഷം അദ്ദേഹത്തെ പലതവണ വിളിക്കുമ്പോഴും അദ്ദേഹം പ്രതികരിക്കില്ല, പ്രൊഡ്യൂസർമാരുടെ സംഘടന പ്രതികരിക്കില്ല, അമ്മ പ്രതികരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഏറ്റവും അവസാനം അവർ പ്രതികരിച്ചു. വളരെ മാന്യമായി അവർ മാധ്യമങ്ങളോടും ജനങ്ങളോടും മാപ്പ് പറഞ്ഞ് കൃത്യമായ ആ വികാരത്തിനൊപ്പം നിന്ന് നിലപാടുകൾ എടുത്തു. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? അങ്ങ് പറഞ്ഞതുപോലെ ഫെഫ്കയിൽ നിന്ന് പുറത്താക്കുന്നു. പക്ഷേ ജനവികാരം തങ്ങൾക്ക് അനുകൂലമാകാൻ വേണ്ടി ഇത്തരം കൃത്യങ്ങൾ നടപ്പിലാക്കുന്നതല്ലാതെ ഈ കാര്യത്തിൽ ഒരു ആത്മാർത്ഥതയുണ്ട് എന്ന് പറയാനാകുമോ ശാന്തി? അതിന് ഞാൻ പറയുന്നത്, അമ്മയിൽ ഇന്ന് മാർക്കറ്റ് വാല്യൂ ഉള്ള ഓരോ നടന്മാരും ഇപ്പോൾ ചാനലുകളിൽ വന്നിരുന്ന് ഇതുപോലെ ഡയലോഗുകൾ അടിക്കുന്നവരെ ഓർത്തു വയ്ക്കുക. നിങ്ങൾക്കൊരു വീഴ്ച വന്നാൽ യവനൊക്കെ നമുക്കെതിരെ തിരിയുമെന്ന് ഓർത്തു വയ്ക്കുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ മാർക്കറ്റിലുള്ള മമ്മൂട്ടി അടക്കം മാർക്കറ്റ് വാല്യൂ ഉള്ള, ചാനൽ റൈറ്റുള്ള, കോടികൾ പ്രതിഫലം വാങ്ങുന്ന ജനപ്രിയരായ നടന്മാർ ഓർത്തു വയ്ക്കുക. നിങ്ങൾ സജീവമായി നിൽക്കുമ്പോൾ മാത്രമേ ഈ സിനിമയിലെ ഈ കൂട്ടുകാരെന്ന് പറഞ്ഞ് നടക്കുന്നവരൊക്കെ ഉണ്ടാവുകയുള്ളൂ. ഒരു അബദ്ധം അല്ലെങ്കിൽ ഒരു അപകടം പറ്റിയാൽ ഇവരെല്ലാം ഒറ്റ. പക്ഷേ ശ്രീ ശാന്തകുളം ദിനേശ്, ഈ പറഞ്ഞ പേരുകളൊന്നും, അങ്ങിപ്പോൾ പറഞ്ഞ താരത്തിന്റെ പേരൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നില്ല. അത് അവിടെ ദിലീപിന്റെ പേര് മാത്രം വരുന്നു എന്നുള്ളതാണ് എല്ലാവരും പറയുന്നു. ദിനേശ് പണിക്കർ മാന്യമായിട്ട് ഇപ്പോൾ പറയുന്നില്ല, അദ്ദേഹത്തിന് അനുഭവമുണ്ട്. ആലപ്പി അഷ്റഫ് CBIക്ക് വിടാൻ കേസ് ഹർജി കൊടുക്കാൻ പോകുന്നതാണ് നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞത്. പല ആളുകൾക്ക് വിനയന് പറയാനുണ്ട്, പല ആളുകൾ, ബൈജു കൊട്ടാരക്കരയുണ്ട്, ഇങ്ങനെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. പറയുന്നവർക്ക് പല അനുഭവങ്ങളും പറയാനുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഈ ഞാൻ പറഞ്ഞില്ലേ, മാറ്റ എന്ന് പറഞ്ഞ ശക്തമായ മലയാളത്തിലെ സംഘടന മാറ്റ ഫെഡറേഷൻ ആവുകയും അത് ട്രേഡ് യൂണിയൻ നിലവാരത്തിൽ നിൽക്കുകയും ആ സംഘടന പിളർന്ന് ഫെഫ്ക എന്ന് പറഞ്ഞൊരു ശക്തമായൊരു സംഘടന ഉണ്ടാകേണ്ടി വരുന്നത് ഈ തുളസിദാസിൻ്റെ സിനിമയുടെ ഇഷ്യൂവിൽ വിനയൻ ഇടപെടുന്നതിലാണ്. വിനയൻ്റെ ഡേറ്റുമായി ബന്ധപ്പെട്ട് വിനയൻ്റെ പടങ്ങളിൽ സഹകരിക്കാതെ പോവുകയും അത് നന്നായിട്ട് തുളസിദാസിൻ്റെ പടത്തിന് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് വിനയൻ നന്നായിട്ട് ദിലീപിനെതിരെ ഒരു സിനിമാ സമരത്തിലേക്ക് പോകാൻ കോപ്പ് കൂട്ടുമ്പോഴാണ് സിനിമാ ഇൻഡസ്ട്രിയിലുള്ള മുഴുവൻ പേരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മാറ്റ ഫെഡറേഷനെ തള്ളി പറഞ്ഞുകൊണ്ട് ഫെഫ്ക ഉണ്ടാകുന്നത്. അപ്പോൾ ആ ശത്രുതകളൊക്കെ ഇപ്പം നല്ല അവസരമല്ലേ? പക്ഷെ ആ ഘട്ടത്തിൽ ഫെഫ്കയ്ക്കൊക്കെ അനുകൂലമായി നിന്നത് ദിലീപാണെന്ന് വരുന്നു. ദിലീപിന്റെ സ്വാധീനവും ഒരുപക്ഷെ മറ്റു താരങ്ങൾക്കില്ലാത്ത മെയ്വഴക്കവും സഹായങ്ങളും ഒക്കെ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇവർക്കൊക്കെ പറയാനുള്ള പ്രശ്നം. എനിക്കും പറയാനുള്ള കാരണം, 3-4 പടത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന ശേഷം അയാൾ പെട്ടെന്ന് നടനായി മാറി. അയാൾക്ക് എന്തിനാ ഫെഫ്ക ഡയറക്ടേഴ്സിനുള്ളിൽ അസിസ്റ്റന്റ് ഡയറക്ടറെ കാർഡ് കൊടുത്തത്? അയാൾ ജീവിതത്തിൽ ഇനി അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വരില്ല എന്ന് അറിയാമായിരുന്നിട്ടും കൊടുത്തതെന്തിനാ? ദിലീപിൻ്റെ പ്രീതി കിട്ടാൻ വേണ്ടി. എന്തിനാ അങ്ങനെ കാർഡ് കൊടുത്തേ? എന്നിട്ട് ഇപ്പോൾ എന്താകണ്ടില്ല, നിഷ്കരണം അയാളെ പുറത്താക്കി. ഇതൊക്കെ ഇതിനകത്ത് നടക്കും. സിനിമയാണ്, നല്ല വെളിച്ചത്തിലെടുത്ത് നല്ല ഇരുട്ടത്ത് കാണിക്കുന്ന കലാരൂപമായതുകൊണ്ട് ഇതും ഇതിനപ്പുറവും നടക്കും. പക്ഷെ ഒരു കാര്യം ശ്രീ ശാന്തികുളം ദിനേശ്, ഈ കാര്യങ്ങൾ ഒക്കെ ദിലീപിന് ഇതുപോലെ അംഗത്വം ആവശ്യമില്ലാത്തടത്തും കൊടുത്ത് ആ സ്വാധീനം ഉറപ്പിച്ച് നിർത്തിയതുപോലെ പൾസർ സുനിയെ പോലുള്ളവരെയും സിനിമയിൽ പലയിടത്തായി ഇങ്ങനെ വച്ചിരുന്നു എന്നുള്ളതാണ് ഈ സിനിമയ്ക്ക് ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടായത് കാരണം. ഞാൻ താങ്കളുടെ ഈ ചാനലിൽ തന്നെ 4-5 തവണ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഡ്രൈവറുടെ കാർഡില്ലാതെ, ഫെഫ്ക ഡ്രൈവേഴ്സ് യൂണിയൻ്റെ കാർഡില്ലാതെ ഒരാൾക്ക് സിനിമയിൽ വർക്ക് ചെയ്യാൻ കഴിയില്ല. ആകെ ചെയ്യാവുന്നത് പ്രൊഡ്യൂസർക്ക് 3 വണ്ടി വയ്ക്കാം. ആ 3 വണ്ടിയിൽ ഡ്രൈവർ ആരെന്ന് അറിയേണ്ടതില്ല. പൾസർ സുനിക്ക് കാർഡ് ഉണ്ടെന്ന് അത് ഒരൊറ്റ ആളെ പറയുള്ളൂ, അത് ബൈജു കൊട്ടാരക്കര മാത്രമേ പറയുള്ളൂ. ഫെഫ്ക ഡ്രൈവേഴ്സ് യൂണിയനിൽ അയാൾക്ക് കാർഡില്ല. പക്ഷേ അയാൾ 8 വർഷമായി മലയാള സിനിമയിൽ ഡ്രൈവറായി സജീവമായി നിൽക്കുന്നുവെങ്കിൽ അത് ആരുടെയൊക്കെ ബാക്കിംഗ് ആണെന്ന് അന്വേഷിച്ചാൽ തന്നെ ഈ കേസിൽ തുമ്പ് കിട്ടുമെന്ന് ഞാനിത് ഈ ചാനലിൽ തന്നെ 4-5 പ്രാവശ്യം പറഞ്ഞു. ശരി, അഡ്വക്കേറ്റ് അജയകുമാർ, എനിക്ക് മറ്റൊരു ഇടവേളയിലേക്ക് കൂടെ പോകുന്നതിന് മുമ്പ് അങ്ങയിൽ നിന്ന് എടുക്കേണ്ട കാര്യം, ഇവിടെ ഇപ്പോൾ ശാന്തിവിള ദിനേശ് പറയുന്നത് ദിലീപ് ഒറ്റയ്ക്ക് ഈ കാര്യത്തിൽ ഒരു പ്രതിസ്ഥാനത്തേക്ക് ചൂണ്ടിക്കാട്ടപ്പെടേണ്ടതില്ല, സാഹചര്യങ്ങൾ ഒരുപാടുണ്ട് ദിലീപിനെ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ. ശ്രീ തുളസിദാസിനെ പോലുള്ളവർക്ക് മുൻ അനുഭവങ്ങളുണ്ട്. ദിലീപിന് ഇത്തരത്തിലൊരു പ്രശ്നം വന്നപ്പോൾ അഡ്വക്കേറ്റ് രാംകുമാർ പറഞ്ഞതുപോലെ ഒരു വീഴ്ച ഉണ്ടായപ്പോൾ കൂവി വിളിക്കുന്ന ജനത്തെ പോലെ ഒരുപാട് പേർ ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഈ കേസിനെ
അദ്ദേഹത്തിനെ മുന്നോട്ട് പ്രതിയാക്കി കൊണ്ടുപോകുന്നതിന് സഹായകരമാകുന്നതാണോ? ഒരു സെക്കൻഡ് പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം താങ്കളുടെ ഓർമ്മപ്പെടുത്തട്ടെ. അമ്മയുടെ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ, തിരുവനന്തപുരത്ത് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ അമ്മയുടെ ഷോ നടക്കുമ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിയായ കെ കരുണാകരൻ ഏറ്റവും ആദ്യത്തെ ഷോ തിരുവനന്തപുരത്തെ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലേക്ക് കയറി വരുമ്പോൾ അവിടെ കൂടി 50,000-ഓളം ആൾക്കാർ ഒറ്റേ ശബ്ദത്തിൽ ചാരാ 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 എന്ന് വിളിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി കസേര പോയി. പകരം അതിന് സൂത്രധാരകരായിരുന്ന പലരും പിന്നെ മുഖ്യമന്ത്രിയായി. കേസ് നീണ്ടുപോയി. കേസിൽ അവസാനം കരുണാകരനും നല്ല ഇടി വാങ്ങിയ നമ്മുടെ നമ്പി നാരായണൻ അടക്കമുള്ളവർ നിരപരാധികളാണെന്ന് കോടതി തെളിയിച്ചു. ഈ കരുണാകരന് മാത്രമാണ് ജോലി നഷ്ടപ്പെട്ടത്. കാരണം പിന്നെ അദ്ദേഹം ഒരിക്കലും പക്ഷേ ശ്രീ ശാന്തകുള ദിനേശ്, ഇവിടെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു നടിക്ക് ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ആ പ്രശ്നം അവിടെ കിടക്കുന്നു. അത് ആരാണ് ചെയ്തത്, ആരാണ് അതിന്റെ പിന്നിലെ ഗൂഢാലോചന എന്നുള്ളത് തന്നെയാണ്. അവനാരായാലും 20 വർഷം ശിക്ഷിക്കല്ല, അവനെ തൂക്കിക്കൊല്ലണം. രാജകുമാർ, ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം. ഇത് ശ്രീ എൻ്റെ സുഹൃത്ത് ദിനേശിൻ്റെ ഇത് ന്യായമായും സാധാരണ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ, നല്ല ഒരു മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്നൊരു കാര്യമാണ്. പക്ഷെ ഞങ്ങളൊക്കെ അനുഭവിക്കുന്നൊരു വലിയ, ഇപ്പോൾ രാംകുമാർ സാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പോലെ ഞങ്ങളുമൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. കാരണം രാംകുമാർ സാർ അനുഭവിക്കുന്നു എന്ന് പറയുന്നത് ഈ കൂവി വിളിച്ചതിനെ കുറിച്ചാണോ? അതെ, ഒരു പ്രതിക്ക് ഇത്രയും പ്രമാദമായ ഒരു കേസിൻ്റെ വക്കാലത്തെടുത്ത് ജനമധ്യത്തിലേക്ക് ഇറങ്ങി ചെന്ന് അദ്ദേഹത്തിന് സേവനം ചെയ്യേണ്ടി വരുന്ന അഭിഭാഷകർക്ക് പലർക്കും ഇതുണ്ടായിട്ടുണ്ട്. പണ്ട് രാജൻ കേസിൽ വക്കാലത്ത് കൊടുക്കാൻ പോയപ്പോൾ പേരാമ്പ്ര കോടതിയിൽ എറികൊണ്ട് ആളുകളുണ്ട്. അന്നൊക്കെ ഞാനൊക്കെ വളരെ ജൂനിയർ അഡ്വക്കേറ്റ്സാണ്. രാജൻ കേസിൽ പേരാമ്പ്ര കോടതിയിൽ ഇട്ട് വക്കീലന്മാരെ എറിഞ്ഞു ജനം. ഇവിടെ അതല്ല പ്രശ്നം. ഇവിടെ പ്രശ്നം ആരും ഈ നടനിലേക്ക് കൈ എത്തിക്കില്ല എന്ന് വിചാരിച്ച് ജനം നിരാശ പൂണ്ടിരുന്ന ഒരു സമയത്ത് അതിവിദഗ്ധമായ ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഇതിൽ വേണ്ടത്ര തെളിവുകൾ ഉണ്ടാക്കി ഈ നടനെ കസ്റ്റഡിയിലെടുത്തപ്പോൾ ജനത്തിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ മാറിക്കിട്ടി. ആ ഫ്രസ്ട്രേഷൻ പലരും വിചാരിച്ചിരുന്നത് ഇത് ദിലീപിന് താഴെ വെച്ച് എവിടെയെങ്കിലും വെച്ച് അവസാനിപ്പിക്കുമെന്നായിരുന്നു. അങ്ങനെ ഒരു അവസാനിപ്പിക്കില്ലാതെ ഈ നടനിലേക്ക് തന്നെ മെല്ലെ മെല്ലെ ഇരുട്ടിൽ കൂടെ ഇഴഞ്ഞ് ചെന്ന് കൃത്യമായി തെളിവുകളാക്കി ഇതാ ആള് എന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് വന്നപ്പോൾ അതിൻ്റെ ത്രില്ല് ജനങ്ങൾ ആസ്വദിക്കുന്നതാണ്. അഡ്വക്കേറ്റ് രാംകുമാർ പക്ഷേ അതിനെ പറയുന്നത് അങ്ങ് ഈ പറഞ്ഞ കാര്യത്തെ തന്നെ മനോഹരമായി അദ്ദേഹം അവതരിപ്പിച്ചിട്ട് പറയുന്നത് ഇതാണ് മനോഹരമായ തിരക്കഥ. ഈ തിരക്കഥയിലൂടെയാണ് ഇരുട്ടത്തൂടെ പോയി ഇങ്ങനെ ദിലീപിലേക്ക് എത്തിയത് എന്നാണ്. 8 മണിക്ക് മുമ്പ് എനിക്ക് വേറൊരു ഇടവേളയിലേക്ക് കൂടി പോകാനുള്ളത് കൊണ്ട് അഡ്വക്കേറ്റ് അജകുമാറിലേക്കും തുളസീദാസിലേക്കും ഞാൻ പെട്ടെന്ന് വരികയാണ്. അഡ്വക്കേറ്റ് അജകുമാർ, ഈ ഗൂഢാലോചന അങ്ങനെ പെട്ടെന്ന് തെളിയിക്കാൻ സാധിക്കാത്തൊരു കാര്യമാണെന്നുള്ളത് തുടക്കം തൊട്ടേ നമ്മൾ പറയുന്നതാണ്. അഡ്വക്കേറ്റ് രാംകുമാറിൻ്റെ കണ്ണും അവിടെ തന്നെയാണ്. അതാണ് ഈ ആബാദ് പ്ലാസയിൽ ഒരുമിച്ച് നിന്നാൽ അതെങ്ങനെ ഗൂഢാലോചനയാകും? അവർ എന്ത് സംസാരിച്ചു എന്ന് പറയണ്ടേ? അതൊക്കെ എങ്ങനെ തെളിയിക്കും? എന്ത് സംസാരിച്ചു എന്ന് പറയുന്നിടത്തേക്ക് എങ്ങനെ കൊണ്ടുചെന്ന് എത്തിക്കാൻ പറ്റും? എന്തൊക്കെ അവർ ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾ കാണിച്ചാലും. ആബാദ് പ്ലാസയിൽ ഒന്നിച്ചൊരു മുറിയിൽ ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹം സമ്മതിച്ചു. അവൻ 3 വർഷങ്ങൾക്ക് ശേഷം ക്രൂരമായ ഒരു കുറ്റകൃത്യം ചെയ്തതിന് ശേഷം ജയിലിൽ പോയി. ജയിലിൽ പോയതിന് ശേഷം 2013 മുതൽ, അതായത് സൗണ്ട് തോമ മുതൽ ജോസേട്ടൻ സ്ഫൂരം വരെയുള്ള കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഒരു കത്തെഴുതി ഈ നടനെ അയച്ചു കൊടുത്താൽ ഇവിടെ അരിയാഹാരം കഴിക്കുന്ന എല്ലാ ആളുകൾക്കും അവരവിടെ കൂടിയത് ചെസ് കളിക്കാനല്ല, വേറെന്തിനോ വേണ്ടിയാണ്. താങ്കൾക്ക് അത് വാദിക്കാം, അല്ലെങ്കിൽ അത് ഇങ്ങനെ ചർച്ചകളിൽ പറയാം. പക്ഷേ ഇത് അരിയാഹാരം കഴിക്കുന്നവർ മാത്രമല്ല ഈ കേസ് നടത്തുന്നതും ദിലീപിനോടൊപ്പം വാദിക്കാൻ നിൽക്കുന്നവർ. ഒരുപക്ഷെ രാംകുമാർ സാർ ഡയബറ്റീസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഗോതമ്പായിരിക്കാം കഴിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം വാദിക്കുക അങ്ങ് പറഞ്ഞതുപോലെ ആയിരിക്കില്ല. ഈ പറഞ്ഞ സൗണ്ട് തോമ മുതൽ ജോർജ് ഏട്ടൻ സ്ഫൂരം വരെ ദിലീപിന് പൾസർ സുനിയുമായി ഒരുമിച്ച് നിൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അപ്പോഴും കാണിക്കൂ സാർ, അവർ സംസാരിച്ചത് ഇതാണ് എന്നുള്ളതിന്റെ തെളിവ് ചോദിച്ചാൽ എന്ത് കൊടുക്കും? ഇതിൻ്റെ അകത്ത് ഒരുപാട് തെളിവുകൾ ഇനി 88 ദിവസങ്ങൾ കൊണ്ട് ഫൈനൽ റിപ്പോർട്ടിലേക്ക് കടന്നു കയറും. ഇതൊന്നും വേണ്ട. ഈ സംഭവം നടന്നിട്ട് കുടുംബ സുഹൃത്തായിരുന്ന ഈ സ്ത്രീയെ നേരിട്ട് ചെന്നൊന്ന് കാണുവാൻ, അവരെ ആശ്വസിപ്പിക്കുവാൻ ഈ നടനുണ്ടായില്ല.
അതേസമയം ഇവർക്ക് എതിരെ എത്രയോ ഫാൾസ് എവിഡൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഇയാൾ ബോധപൂർവ്വം ശ്രമിച്ചു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ക്രിമിനോളജിയിൽ ചില ക്രിമിനൽസ്, അതായത് ക്രിമിനൽ മൈൻഡ് ഉള്ളവർ, ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുന്നവർ, അവർ പലപ്പോഴും മറ്റുള്ളവരെ മേക്ക് ബിലീവ് ചെയ്യാൻ, അതായത് വിശ്വസിപ്പിച്ചെടുക്കാൻ അതിവിദഗ്ധരായിരിക്കും. നിങ്ങൾക്ക് ചാൾസ് ശോഭരാജിൻ്റെ ഇരകളെക്കുറിച്ച് അറിഞ്ഞൂടെ? വേൾഡ് ഫേമസ് മർഡർ കേസസ് ഒന്ന് വായിക്കൂ. അതിൽ മിക്കവാറുമുള്ള കുറ്റവാളികൾ ഇരകളുടെ രക്ഷകരാണ് ഇവരെന്ന് കാണിച്ചതിന് ശേഷമാണ് ഈ ക്രൂരകൃത്യം ചെയ്യുന്നത്. ഇനി വേറൊരു സൈക്കോളജി ഞാൻ പറഞ്ഞുതരാം, അതും ക്രിമിനോളജിയിലുള്ളതാണ്. വേറൊരാളെ കൊണ്ട് മാത്രമേ തനിക്ക് ആ കുറ്റകൃത്യം ചെയ്യുവാൻ കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ആ പ്രതി ബിഹേവ് ചെയ്യുന്നതിൻ്റെ ബിഹേവിയറൽ പാറ്റേൺസ് വളരെ വ്യത്യാസമായിരിക്കും. നേരിട്ട് കുറ്റകൃത്യം ചെയ്യുന്ന കുറ്റവാളിയും മറ്റൊരാളിലൂടെ, അതായത് ഹയർഡ് കില്ലറെ എടുക്കുന്ന കുറ്റവാളിയും രണ്ട് രീതിയിലാണ് കോണ്ടാക്ട് ഉണ്ടാവുക, രണ്ട് രീതിയിലാണ് അവർ പ്രവർത്തിക്കുക. ഇത് നിങ്ങൾ നോക്കിയാൽ രണ്ടാം വിഭാഗത്തിൽ പെടുന്ന ഒരുപാട് സാഹചര്യ തെളിവുകൾ ഇപ്പോൾ തന്നെ പോലീസിന്റെ കസ്റ്റഡിയിൽ. ശരി, അതുണ്ട്. ശ്രീ തുളസീദാസ്, താങ്കൾക്കൊക്കെ അനുഭവം ഉണ്ടായിട്ട് കുറെ കാലങ്ങളായല്ലോ. അപ്പോൾ സിനിമയിൽ ഈ രീതിയിൽ പൾസർ സുനിമാരുടെ ഇടപെടൽ ഉണ്ടാകുന്നത് മൂലമാണ് അങ്ങേപ്പോലുള്ളവർക്ക് കൃത്യമായി പ്രതിരോധിച്ചോ അല്ലെങ്കിൽ മുന്നേറിയോ പോകാൻ പറ്റാത്തത് എന്നാണ് അങ്ങ് പറഞ്ഞതിന്റെ അർത്ഥം. അതിനുള്ള ശക്തിയൊന്നും താങ്കൾക്ക് ഒന്നും ഇല്ലാത്തത് കൊണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഇടപാടുകൾ സിനിമയിൽ നടക്കുന്നു എന്ന് നേരത്തെ അറിയാവുന്ന താങ്കളെപ്പോലുള്ളവർ അത് ചൂണ്ടിക്കാണിക്കേണ്ടതായിരുന്നില്ലേ? അന്നേ അതിനുള്ള പരാതി കൊടുക്കേണ്ടതായിരുന്നില്ലേ? ഇവിടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ പ്രഗത്ഭനായ സുരേഷ് കുമാറിന് അനുഭവം ഉണ്ടായിട്ട് അദ്ദേഹം അന്നൊരു പരാതി കൊടുത്തിട്ട് അന്നും പ്രസ് ചെയ്തില്ല, ഇന്നും പ്രസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ ഇവിടെ ഉള്ളത് വളർത്തിയെടുക്കുന്നത് നിങ്ങളെപ്പോലുള്ളവരാണ്. ഒരു അവസരം വരുന്നെങ്കിൽ വരട്ടെ, അത് നശിപ്പിച്ച് കളയണ്ട എന്ന് പറഞ്ഞ് ഒതുക്കി വിടുന്നവരുടെ കൂട്ടത്തിൽ ഇപ്പോൾ ദിലീപിന് അടി തെറ്റിയപ്പോൾ ഇങ്ങനെ ആക്രമിക്കാൻ വരുന്നു എന്നല്ലേ ആളുകൾ പറയൂ? ഒരിക്കലുമില്ല. അതായത് ലാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു 10-15 വർഷത്തിന് മുമ്പ് ഒരു നല്ല സിനിമാക്കാർ ഉണ്ടായിരുന്നു നമ്മുടെ നടന്മാരിൽ തന്നെ. മമ്മൂക്ക, ലാലേട്ടൻ, അങ്ങനെ തുടങ്ങി മുകേഷ്, സുരേഷ് ഗോപി, ജയറാം ഒക്കെ വളരെ ഭംഗിയായി നല്ല സംവിധായകരും നന്നായിട്ട് നല്ല രീതിയിൽ ഒരു സഹോദര സ്നേഹത്തോടു കൂടി പോയിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ദിലീപിൻ്റെ ഒരു വരവിന് ശേഷം, ഹീറോ ആയ ശേഷം ഇവിടെ എന്ത് മാറ്റമുണ്ടായെന്ന് സിനിമാക്കാർക്ക് എല്ലാവർക്കും അറിയാം. പലരെയും മാറ്റുന്നതും ഡ്രൈവറായി വയ്ക്കുന്നതും പ്രൊഡക്ഷൻ ബോയെ വയ്ക്കുന്നതും ഒക്കെ തീരുമാനിക്കുന്നതും അസോസിയേഷൻ്റെ തലപ്പത്ത് വന്നതും ഒക്കെ ജനങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ എനിക്കുണ്ടായ ഇങ്ങനെ ഒരു അനുഭവം, ഒരു ഗുണ്ടായിസം ഉണ്ട് എന്നുള്ളത് എനിക്ക് കിട്ടിയിരിക്കുന്ന ദിലീപിൻ്റെ ചില ആൾക്കാർ വിളിച്ച് എന്നെ ഭീഷണിപ്പെടുത്തിയപ്പോഴാണല്ലോ എനിക്ക് ദിലീപിൻ്റെ മനസ്സിലായല്ലോ. മറ്റു സ്ഥലത്ത് മറ്റു ആൾക്കാർക്ക് ഗുണ്ടായിസം ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കിയിട്ടില്ല. പിന്നെ ഞാൻ ആരോടാണ് ഇത് കംപ്ലൈൻറ്റ് ചെയ്യേണ്ടത്? ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട്, പ്രൊഡ്യൂസറോട് പറഞ്ഞപ്പോൾ പോലീസ് കംപ്ലൈൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞതാണ്. ഞാൻ പോലീസ് കംപ്ലൈൻറ്റ് ചെയ്തു. അതിൽ ഒരു ഇവിടുത്തെ തിരുവനന്തപുരത്തുള്ള ഒരു വ്യക്തിയെ പിടിച്ചു. അത് അന്ന് പ്രശ്നമുണ്ടായി. അതൊക്കെ ഇപ്പോൾ പോട്ടെ, അതൊന്നുമല്ല ഞാൻ പറയുന്നത്. കാരണം ഇവിടെ തെളിവുകളിൻ്റെ കാര്യം ഒരുപാട് പറഞ്ഞല്ലോ. നമ്മൾ പോലീസ് അന്വേഷിച്ച തെളിവുകൾ പത്രത്തിൽ കൂടെ വായിച്ച് നമുക്ക് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. കാരണം ഈ സംഭവം നടന്ന് ശേഷം പ്രൊഡ്യൂസർ ആൻഡോ ജോസഫ് ദിലീപിനെ വിളിച്ച് പറഞ്ഞു 12 സെക്കൻഡാണ് സംസാരിച്ചത്. കൂടെ സഹകരിക്കുന്ന ഒരു പെൺകുട്ടി, സഹോദരിയെ പോലെ ഉള്ള ഒരു പെൺകുട്ടി, എത്രയോ സിനിമകളിൽ അവർ ഒരുമിച്ച് അഭിനയിച്ച ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു പീഡനമുണ്ടായി എന്ന് പറയുമ്പോൾ, ഇതറിയുമ്പോൾ ആ 12 സെക്കൻഡ് ആണോ ദിലീപിന് സംസാരിക്കാനുള്ളത്? ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഈ ചോദ്യങ്ങൾ അവശേഷിപ്പിച്ച് ഈ ചർച്ച ഇവിടെ ഞാൻ നിർത്തുന്നു. അടുത്ത മണിക്കൂറിൽ തികച്ചും സിനിമയിലേക്ക് തന്നെയാണ് ഇറങ്ങിച്ചെല്ലേണ്ടത്. സിനിമയിലെ കൂടുതൽ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ പറ്റിയ അതിഥികൾ വരുന്നു. അവരുടെ അനുഭവങ്ങൾ മനസ്സിലാക്കുന്ന കുറ്റാന്വേഷണ വിദഗ്ധർക്ക് ദിലീപ് ഇപ്പോൾ ഈ രീതിയിൽ അനുഭവിക്കുന്നത് സ്വാഭാവികമായി ആണ് എന്ന് തന്നെ നിഗമനത്തിലെത്താൻ സാധിക്കും.